അമൃതനാഥോപനിഷത്ത്. സഹനാഭവത്തു സഹനോപനത്തു സഹ വീര്യം കൃപാവേ തൈസ്നവതീതമസ്തു മാവിദ്വിഷാഭയം ശാന്തി ശാന്തി ശാന്തി. അമൃതനാഥോപനിഷത് പ്രതിപാദ്യം പരാക്ഷരം. അമൃതനാഥോപനിഷത്തില് പ്രതിപാദ്യമായിട്ടുള്ളത് പരമായിട്ടുള്ള അക്ഷരം. അപ്പൊ ബാക്കിയെല്ലാം അവരമായിട്ടുള്ളത്. അക്ഷരം പരമാണെങ്കിൽ ബാക്കിയെല്ലാം അവരമായിട്ടുള്ളത്. ത്രൈപദാനന്ദ സാമ്രാജ്യം, 3 പദത്തിനാല് ആനന്ദമായിട്ടുള്ളത് സാമ്രാജ്യം. ത്രിപദ ആനന്ദ സാമ്രാജ്യം, 3 പദവും ആനന്ദമായിട്ടുള്ള സാമ്രാജ്യം. ഹൃദിമേധാതു സന്തതം, ഹൃദയത്തിലെ എപ്പോഴും ത്രിപദാനന്ദ സാമ്രാജ്യം, 3 പദ ആനന്ദമായിട്ടുള്ള സാമ്രാജ്യം എപ്പോഴും ഉണ്ട്. 3 പദമായിട്ടും 4 പദമായിട്ടും പല പദമായിട്ട് പിരിക്കുന്നുണ്ട്. ഒരു പദമായി കഴിഞ്ഞാൽ 2 പദമാകുന്ന സമയത്ത് ലോകാതീതത. ഒരു ദോശനെ രണ്ടാക്കുന്നത് പോലെ അല്ലെങ്കിൽ 4ആക്കുന്നത് പോലെ ആകെ ഒരു ദോശ. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവനായിട്ടുള്ള 12 രാശിയാക്കിയാലും ശരി, അത് ഒരു ഹോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശി വന്നാൽ 2000 സൂര്യഹോരാമാർ ശരി, സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളിൽ അടങ്ങുന്നത് പോലെ. അപ്പോൾ ഇത് ഉപനിഷത്തുകളിൽ പലതരത്തിൽ തിരിക്കുന്നതിന്റെ കാരണം പലതരത്തില് ഏകതത്വം എന്നുള്ളത് അദ്വൈതം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, ആ അമൃതത്വം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജരാമരണം അക്ഷതന്മാണ്. അമൃതനാഥോപനിഷത് പ്രതിപാദ്യം. അമൃതനാഥ ഉപനിഷത്തിന് പ്രതിപാദിക്കുന്നത് പരാക്ഷരം, പരമാണ അക്ഷരമാണ്. ഉപനിഷത്ത് എല്ലാം തന്നെ പരമാണ അക്ഷരത്തെയാണ് കാണിക്കുന്നത്. ത്രിപദാനന്ദ സാമ്രാജ്യം, 3 പദാനന്ദമായിട്ടുള്ള സാമ്രാജ്യം. ചക്രവർത്തിയുടെ സാമ്രാജ്യം, അതായത് സാർവഭൗമന്റെ സാമ്രാജ്യം. സാർവഭൗമതാന്ന് പറഞ്ഞാൽ സർവഭൂമിക്ക് പരമാത്മാ. ആ പരമാത്മാവിനെ അറിയാനുള്ള ആ ഉപദേശമാർക്കുണ്ടല്ലോ, ഏവം പരമ്പരാപ്രാപ്തം രാജ പരമ്പര എന്നുള്ളത് എങ്ങനെയാണ് പരമാത്മാവിന്റെ ഉപദേശ പരമ്പരയാണ്. അപ്പോൾ ഈ ഉപദേശ പരമ്പര എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ വഴികാട്ടലും കാരണം. അങ്ങനെ ഭഗവാന്റെ വഴികാട്ടലിലൂടെ നമ്മൾ വഴികാട്ടപ്പെടും. അടുത്ത ആളുകൾ കാട്ടപ്പെടുന്നു പറഞ്ഞാൽ അവർ വരുന്ന തേടുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ആര് ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് വിചാരിക്കുന്നു, അവർക്ക് അത് മനസ്സിലാവുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പറയുന്നത് മറ്റൊരാൾ സ്വീകരിക്കണമെന്നില്ല. മനസ്സിലായവർ പറഞ്ഞാൽ മറ്റുള്ളവർ സ്വീകരിക്കുന്നതിന് തരത്തിലല്ല ഈ അമൃതന്മാരുള്ളത്. അത് അവരവർക്ക് തന്നെ ഇത് ഒരു സബ്ജക്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് മേലെ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാതെ അവരായിട്ട് അറിഞ്ഞാൽ രക്ഷയുള്ളൂ. ശാസ്ത്രാണ്യധീത്യ മേധാവി അഭ്യസ്യജ പുനഃ. ശാസ്ത്രങ്ങൾ അറിഞ്ഞിട്ട് പഠിച്ചിട്ട് മേധാവിയായിട്ടുള്ളത്. ശാസ്ത്രങ്ങൾ പഠിക്കുക പറഞ്ഞാൽ എളുപ്പമല്ല. അതിൽ ആദ്യം തന്നെ സാഹിത്യശാസ്ത്രങ്ങൾ പഠിക്കും. കോശങ്ങൾ, അമരകോശം, അതേപോലെ എല്ലാവരും പഠിക്കും. ശബ്ദങ്ങളും ഇത് പഠിക്കുക പറഞ്ഞാലും വലിയൊരു രസം പോലെ തോന്നും. പക്ഷെ അതിൽ ഒരു രസമായി മാറും. പോകാൻ നദി ആരംഭിക്കുന്നിടത്തെല്ലാം വെള്ളം ഒഴുകുന്ന വളരെ ചെറുതായിരിക്കും. പോകാൻ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വലിയ മരത്തിനെ കൂടെ കടപുഴക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ഒരു കുറേശ്ശെ വായിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ തുടർന്ന് വായിക്കുന്ന സമയത്ത് വായന തന്നെ സ്പീഡ് കിട്ടും. അതുപോലെയാണ് ശാസ്ത്രങ്ങൾ ഒന്ന് മനസ്സിലാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നുണ്ടാവില്ല ചില സമയത്ത് ചിലതൊക്കെ. അങ്ങനെ വേറെ ശാസ്ത്രം നോക്കാം. വേറെ ശാസ്ത്രം കുറേശ്ശെ മനസ്സിലാകുന്നുണ്ടാവും, ഏത് മനസ്സിലാകത്തില്ല. അപ്പോൾ 4 ശാസ്ത്രത്തിന് സപ്പോർട്ട് കിട്ടുന്ന സമയത്ത് 5ാമത്തെ ശാസ്ത്രം മനസ്സിലാവും. എന്നാലും ചില ഗണിതങ്ങൾ, ജ്യോതിശാസ്ത്രത്തിലെല്ലാം അതുപോലത്തെ ട്രിക്സ് പറഞ്ഞുതരാനുണ്ട്. ആദ്യമായിട്ട് ഒരു ശാസ്ത്രത്തിൻ്റെ പറഞ്ഞുതരാനുണ്ട്. അതായത് ശാസ്ത്രജ്ഞരെടുക്കുന്ന അത് കുറച്ച് ട്രിക്ക് മനസ്സിലായെങ്കിൽ ആദ്യഭാഷ മനസ്സിലായാലും ഇതാ താല്പര്യം മനസ്സിലാവുന്നു, ഇല്ലെങ്കിൽ നിശ്ചയം മനസ്സിലാവില്ല. വായിക്കുന്നതുകൊണ്ട് ഇല്ല. പക്ഷേ സ്പീച്ച് എല്ലാ ചങ്ങാണിയും ടോപ്പാണ്. ഏടെ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നും പിന്നെ സംബന്ധമാണെന്ന് പറയാനാവാണ്ട് ഒരാൾ സ്പീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതൽ സന്ദേഹ ദിവസമുണ്ടാവും. ചെറിയ സംശയങ്ങൾ മാത്രം ഫോണിലൂടെ അല്ലെങ്കിൽ മറ്റേ ചോദിച്ചാൽ നമുക്കത് നിശ്ചയിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പരമാത്മ ചോദിക്കുന്നു. ശാസ്ത്രാണ്യധീത്യ മേധാവി അഭ്യസ്യത, ശാസ്ത്ര അധ്യയനം ചെയ്ത് പറഞ്ഞാൽ
മേധാവിയായിരിക്കണം. അവനെ അത് പറ്റുമല്ലോ. മേധാവി നല്ല സാമർഥ്യമുള്ളവനായിരിക്കണം. സാമർഥ്യം ലൗകിക സാമർഥ്യം അല്ല ഇത്. എന്താ പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് സരസ്വതി പീഠം വെച്ച് മണിക്കണക്കിന് ഇരുന്ന് പഠിക്കുന്ന ആ രീതിയാണ് പണ്ട്. പക്ഷെ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഈ ആൾക്കാർക്ക് കേട്ടിട്ട് തന്നെ വേഗം മനസ്സിലാക്കാം. അത് കുത്തിരിക്കണമെന്നില്ല, എങ്ങനെ വേണമെന്നും കേൾക്കാം. നടന്നിട്ട് കേട്ടാൽ തലയിൽ കയറില്ല എന്ന് മാത്രമല്ല, നടക്കുന്ന സ്ഥലത്ത് കേൾക്കാം. നടന്നാലും നല്ലത് തലയിൽ നല്ല ധാരണയിൽ നിൽക്കും. ഇരുന്നിട്ട് കേട്ടാൽ മനസ്സിലായി. അപ്പോൾ അത് മുന്നേ പിന്നെ സംബന്ധം നല്ലത് എന്താ പറയേണ്ട ഒരു അപരിതഘടന പാഠപുസ്തകം നല്ലത് വായിക്കുന്ന സമയത്ത് നമുക്ക് മുന്നേ പിന്നെ എന്താ സംബന്ധം അറിയില്ല. വായിക്കാനായിട്ട് മൂലാർത്ഥം പറയുന്ന സമയത്ത് ഈ മൂലത്തിന് ആ മൂലത്തിന് സംബന്ധം മനസ്സിലാവും. വ്യാഖ്യാനത്തിലും പല മൂലങ്ങളോട് അർത്ഥങ്ങളുണ്ടാകുന്ന സമയത്ത് ക്ലിയറൻസ് കിട്ടും. ശാസ്ത്രാന്വേഷിച്ച മേധാവിയെ സാധാരണയായിട്ട് ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യാൻ പറ്റില്ല എന്നതിലൂടെ മേധാവിയായിട്ടില്ലാതാണ് ശാസ്ത്രാധ്യയനം ചെയ്യുന്നത്. പൂർവ്വഭൂമിയുള്ള ശാസ്ത്രാധ്യയനം ചെയ്യുന്നു മാത്രം. മേധാവി അഭ്യസിച്ച പുനഃപുന ശാസ്ത്രാധ്യയനം എന്ന് പറഞ്ഞാൽ വീണ്ടും അഭ്യസനം ചെയ്തുകൊണ്ടിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അനാദി വാസന. എന്തിനാ വീണ്ടും അഭ്യാസം ചെയ്യുന്ന അവൻ്റെ മനസ്സ് ദൃഢാവാൻ വേണ്ടി. എന്തിനു മനസ്സ് ദൃഢാവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൃഢതയിൽ നിന്ന് ഇനിയൊരു ദൃഢത നമുക്ക് കിട്ടാനില്ല. ആത്മാനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും അഭ്യാസം ചെയ്യുന്നത്. അല്ലാതെ വേറൊരാൾ കേട്ടോട്ട് വിചാരിച്ചിട്ടോ വേറൊരാൾ പഠിച്ചോട്ട് വിചാരിച്ചിട്ടോ അതൊരു എന്താ പറയട്ടെ ഒരു സദ്യ ഉണ്ടാക്കുന്നത്. എത്ര ആൾ തിന്നാണ്ട് തിന്നവർ തിന്നിട്ട് തിന്നുന്നില്ലെങ്കിൽ അത് വേസ്റ്റായി. എന്നാലും സദ്യ ഉണ്ടാക്കുന്നതാണ് കല്യാണത്തിന് സദ്യ. കല്യാണത്തിന് സദ്യ ഉണ്ടാക്കി പകുതിയാളെ വന്നല്ലോ, പകുതി എന്ത് ചെയ്യും? ആറിനടുത്തുണ്ടായിക്കൊണ്ടോ ഇല്ലെങ്കിൽ അത് ജസ്റ്റ് അതുപോലെ ആ ദൃഢതയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ശാസ്ത്രം അഭ്യാസം ചെയ്യുന്നുണ്ട്. ആ ശാസ്ത്രത്തിൽ അധ്യാസ ബുദ്ധി ഉണ്ടാവും. ആ അധ്യാസ ബുദ്ധി വളരെ ആത്മാനുഭവം ഉണ്ടാവാൻ വിശേഷശാസ്ത്രത്തിൽ പ്രവർത്തിക്കാൻ കാരണം വിശേഷശാസ്ത്രത്തിൽ നിന്ന് ഒരു നിർണയാത്മക ജ്ഞാനം വരും. ആ നിർണയാത്മക ജ്ഞാനം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അഭ്യാസം വീണ്ടും ദൃഢമാവുക. സമുദ്രത്തിലേക്ക് പോകാൻ അവരായി കാണുന്ന സമയത്ത് ആ നദിയുടെ വേഗം കൂടുന്നത് പോലെ വീട്ടിൽ എത്തിയെത്തുമ്പോൾ കുറച്ച് വേഗത്തിൽ നടക്കും. അതുപോലെ പരമം ബ്രഹ്മവിജ്ഞായ പരമമായ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് ഉൽക്കാവത്തന്യതോ ഉൽക്ക എന്ന് പറയുന്നത് ഈ സൂര്യന്റെ മണ്ഡലം ഗ്രഹങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നക്ഷത്രമണ്ഡലങ്ങളാണ്. ആ നക്ഷത്രമണ്ഡലത്തിന് അപ്പുറത്താണ് ഉൽക്ക എന്നുള്ളത്. ആ ഉൽക്കകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെന്നുണ്ട് അത് ഈ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചത് ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹങ്ങളിലേക്ക് വേണമെന്നുണ്ട് അത് വലിയ ആപത്തുകൾ ഉണ്ടാകും. ഉൽക്കോർവി ചലനം മുഹൂർത്തപദവിയിൽ കാണാം. അത് വീട് 3 ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുണ്ട്. അപ്പോൾ പരമം ബ്രഹ്മവിജ്ഞായ പരമാത്മാവെ അറിഞ്ഞിട്ട് ഉൽക്കാവത്താൻ യഥോസൃജേത് ഉൽക്ക പോലെയുള്ളത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഏത് ഈ ഉൽക്കാപാതം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം നാശങ്ങളുണ്ടാവും, ആപത്തുകളുണ്ടാവും. നാമ 50 ലക്ഷം കൊടുത്തിട്ട് കെട്ടുന്ന വീട്, അതേപോലെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം ചെറിയൊരു ആപത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും നാം പിച്ചരാക്കണം. ലോകത്തിലുള്ള അവസ്ഥ നോക്കണം. പക്ഷെ ഒരു കാലത്തും വിചാരാനാവാത്തൊരവസ്ഥയാണ് ശാസ്ത്രാഭ്യാസം പുനഃപുനം ചെയ്യുന്നത് ഉണ്ടാകുന്നത്. അത് ആത്മദൃഢതാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ മേലൊരു എഡ്യൂക്കേഷൻ അല്ല മാത്രം. ഓങ്കാരമ പരംബ്രഹ്മവിജ്ഞായ ഉൽക്കാവത്താൻ യഥോസൃജേത് ഉൽക്കാവ് വീണ് കഴിഞ്ഞാൽ കാണാണ്ടാവും. അതായത് തീയിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ ഇന്ധനം കഴിയുന്നവരെ കത്തും. അത് കഴിഞ്ഞാൽ പിന്നെ അത് കത്തൂല. അതുപോലെ ഓങ്കാര രഥമാരുഹ്യ ഓങ്കാരം എന്നുള്ള രഥത്തിൽ കയറിയിട്ട് വിഷ്ണും കൃത്വാദ സാരഥി ഭഗവാന സാരഥിയാക്കി വെച്ചിട്ട് ബ്രഹ്മലോക പദാന്വേഷി പരമാത്മലോകത്തെ അന്വേഷിച്ചിട്ട് പോകുന്നതാണ്. രുദ്രാരാധന തത്പര ബ്രഹ്മലോക പദാന്വേഷി പരമമായ പദത്തെ അന്വേഷിച്ചിട്ട് പോകുന്നു. ബ്രഹ്മലോക പദം അന്വേഷി രുദ്രാരാധന തത്പര രുദ്രനെ ആരാധിക്കുന്ന താത്പര്യത്തില്ല. ബ്രഹ്മലോക പദാന്വേഷി രുദ്രാരാധന തത്പര
രുദ്രാരാധന തത്പരനായ ബ്രഹ്മലോക പദത്തെ അന്വേഷിക്കുന്നത്. രുദ്രശബ്ദത്തിനാലും ബ്രഹ്മശബ്ദത്തിനാലും ഇവിടെ താല്പര്യം താവത് രഥേന ഗന്ധവ്യം, അതുവരേക്കും രഥം പോകണം. ബ്രഹ്മ ലോക പദത്തെ അന്വേഷിക്കുമ്പോൾ രുദ്രലോകം വരേക്കും. താവത് രഥേന ഗന്ധവ്യം, അതായത് വിഷ്ണു കൃത്വ സാരഥി, ഭഗവാനെ സാരഥിയാക്കിയിട്ട് ഭഗവന്മാർഗത്തൂടെ പോകുന്ന സമയത്ത് രഥേന ഗന്ധവ്യം യാവത് രഥപതി സ്ഥിത, ഭഗവാൻ എവിടെ നിൽക്കുന്നോ അവിടെ. ഭഗവാൻ നിൽക്കുന്നത് ശാസ്ത്രവേദ്യമായ ശ്രുതിവാക്യങ്ങളിലാണ്. ആ ശ്രുതിയുടെ താല്പര്യമായ സമയത്ത് മറ്റൊരുക്കുണ്ടായാലും ഏകവിജ്ഞാന സർവജ്ഞാനം. ആ ശ്രുതിയിലിരുന്ന് സ്മൃതിയിലിരുന്ന് ശ്രുതി സ്മൃതികളിലിരുന്ന് അതിൻ്റെ താല്പര്യമായ ബ്രഹ്മസൂത്രത്തിലിരുന്ന് അതിൻ്റെ അവസാനമായ സിദ്ധി ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് സിദ്ധി വിജ്ഞാനസിദ്ധി നിർണയാവയം. രഥേന ഗന്ധവ്യം യാവത് രഥപതി സ്ഥിത, രഥപതി നിൽക്കുന്നവരെ വിഷ്ണു ഭഗവാൻ തേരോട്ടിക്കൊണ്ടിരുന്ന ആ പേരേടെ നിൽക്കുന്നു. സർവം വിഷ്ണുമയാണ് ജഗത്ത്. ആ വൃത്തിവൃത്തിമതോടെ ഐക്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദവ്യവസ്ഥയില്ല. ഐക്യം സംഭവിക്കുന്നവരേക്ക് നമുക്ക് വേദവ്യവസ്ഥയാണ്. കൊണ്ടുപോകുന്നവരുണ്ട്, കൊണ്ടുപോകപ്പെടുന്നത് എന്നൊരു ഭഗവാനായിട്ട് നിർത്തുന്നു, അവിടെ നമുക്ക് മുക്തി നോക്കാം. താതാ രഥപതി സ്ഥാനം, താതാ രഥപതി സ്ഥാനം നിർത്തുന്നവൻ എന്ത് ചെയ്യുന്നു? പ്രയോജകർത്ത പരമാത്മ നിർത്തുന്നത്. താതാ രഥപതി സ്ഥാനം, രഥത്തെ എവിടെ നിർത്തണം അവിടെ നിർത്തല്. നമ്മളെ വണ്ടി നമ്മളെ കാർ പാർക്കിൽ നിർത്തല്. അതുപോലെ പരമാത്മാ ജീവാത്മാവിന്റെ കൺട്രോളിങ് എപ്പോൾ നിർത്തിയോ അപ്പോൾ മുക്തൻ. താതാ രഥപതി സ്ഥാനം രഥമുത്സൃജ്യ ഗച്ഛതി, രഥമുത്സൃജ്യ ഗച്ഛതി. സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ രഥത്തെ വിട്ടിട്ട് പോകും, പിന്നെ രഥം മുക്കില്ല. ക്ഷേത്രജ്ഞന്റെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിന് പിന്നെ വേലയില്ല. ക്ഷേത്രം എപ്പോൾ ഉപയോഗപ്പെടും? ക്ഷേത്രജ്ഞനല്ല സമയത്ത്. വണ്ടി എപ്പോൾ ഉപയോഗപ്പെടും? വണ്ടിക്കാരനല്ല സമയത്ത്. വണ്ടിക്കാരൻ ഇറങ്ങിപ്പോയാൽ പിന്നെ വണ്ടി ആവശ്യമില്ല. ഉത്സൃജ്യ ഗച്ഛതി താവത് രഥേന ഗന്ധവ്യം യാവത് രഥപതി സ്ഥിത. രഥപതി രഥത്തിന്റെ ഓണർ വണ്ടിയിൽ ഇരിക്കുന്നിടത്തോളം വണ്ടി ഓട്ടണം. ഭഗവാൻ ഈ ശരീരത്തിൽ ഓട്ടുന്നിടത്തോളം കാലം നമ്മൾ ശരീരത്തിൽ ഓടണം. താതാ രഥപതി സ്ഥാനം, രഥപതി ഇരിക്കേണ്ടതായ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രഥത്തിൽ നിന്ന് അവർ പുറത്തു പോകും. രഥമുത്സൃജ്യ ഗച്ഛതി, എവിടെയാണോ ആ വണ്ടി വിട്ടിട്ട് പോകുന്നത്. മാത്രാ ലിംഗപദം തെക്വ, മാത്രാ ലിംഗപദം തെക്വ, അമ്മ എന്നുള്ള അടയാള പദത്തെ വിട്ടിട്ട് ശബ്ദവ്യഞ്ജനവർജിതം, ശബ്ദം നിൽക്കുന്നതാണ് ദ്യോതകങ്ങളെല്ലാം പോയി. ശബ്ദവ്യഞ്ജകം കേൾക്കാനുള്ള ശക്തി പോയി കഴിഞ്ഞു. അപ്പോൾ വ്യഞ്ജകത്വം ശബ്ദം എന്നുള്ളത് എവിടെ കേൾക്കാത്തവരെ വായി അനങ്ങുന്നതിന് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നില്ലേ, അതുപോലെ. പിന്നെ വ്യഞ്ജകത്വമില്ല, കേൾക്കുന്നില്ല പക്ഷെ കാണുന്നില്ല. അത് സന്നികർഷവേദ്യമായിട്ടല്ല, സർവാത്മകമായിട്ടാണ് അവസ്ഥ. എത്തേണ്ട രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിലെ അവസ്ഥയാണ്. അപ്പോൾ എത്തുന്നവരെ ഇതിൻ്റെ അവസ്ഥ അത് ലോകത്ത് കാണണം. മാത്രാ ലിംഗപദം, മാത്ര എന്നത് സുഖദുഃഖം എന്നൊരർത്ഥമുണ്ട്. മാത്രാ സ്വസ്ഥത കൊണ്ട് ശീതസ്വസ്ഥ ആഗമാപായനൊക്കെ തന്തിദേശ ഭാരതമാണ് കിടക്കുന്നത്. മാത്രാ സിദ്ധീശ്വര ഭാരതം, മാത്രാ സ്പർശാത്ത് കൗന്ദേയ കുന്തിപുത്ര. മാത്രാ സ്പർശന സുഖദുഃഖാത്മക. മാത്രാ സ്പർശത്തോണ്ട് ശീതോഷ്ണ സുഖ, ശീതം ഉഷ്ണം, അത് ഓപ്പോസിറ്റ് ആയിട്ട് വ്യവഹാരത്തിൽ എപ്പോഴും വിപ്രതിപത്തി ഉണ്ടാവും. അത് ഒന്ന് പറഞ്ഞാൽ അത് ന്യാമം, നേരെ വിരുദ്ധത്തിന്റെ സമമായിട്ടുള്ള ന്യായവാക്യം തോന്നും. അന്നേരം ഏതാണ് ശരിയെന്ന് മനസ്സിലാവില്ല. ശബ്ദം ചിലത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ചിലത് ഇല്ലാത്തത്. അത് ഒരു ശബ്ദമായ ആത്മാവിനെ അറിയാത്തടത്തോളം കാലം ശബ്ദം കഴിഞ്ഞാൽ ഇല്ല, ഇപ്പൊ തന്നെ അല്ല ചെയ്യേണ്ടത്. ഇപ്പൊ തന്നെ സുഖം അറിയുന്ന സമയത്ത് ലോകാദി ദുരിതാന്നല്ല അറിയുന്ന സമയത്ത് ഈ ലോകം അല്പം മനസ്സിലാവും. അത്രക്ക് പരിശ്രമമില്ല, അത് മനസ്സിലാവും. മാത്ര ലിംഗപദം, മാത്ര എന്നല്ല വേറൊരു അർത്ഥമുണ്ട്. ഹൃദയ തന്മാത്രം ചൈതന്യം എന്നല്ല ബ്രഹ്മസൂത്രത്തിൽ. തന്മാത്മാവില് കേവല ചൈതന്യമാണ്. അത് ഈ ചലനാത്മകമായിരിക്കുന്ന അല്പമല്ല, അനൽപമായ ഭൂമിയാണ്. ഭൂമാകാശം ആരുടെ കണക്കുമാരുടെ
അപ്പൊ അങ്ങനെയായ മാത്ര ലിംഗപദം സുഖദുഃഖാത്മായ പദം ആസ്പദമായ പദം ചൈതന്യ പദം അല്ലാതെ മാത്രാസ്പദം പദം എന്ന് പറഞ്ഞാല് മാത്രാലിംഗപദം എടുത്തിട്ട് അടയാളമായിട്ടുള്ള പദങ്ങള് കൂട്ടിട്ട് അടയാള പദങ്ങളില്ലാന്ന് മുക്തിയിൽ അടയാള പദങ്ങളില്ല. മുക്തി ആവുന്നത് വരെ ഉണ്ട്. കല്യാണം കഴിക്കുന്നത് വരെ എന്താണെന്ന് വിചാരിച്ചാൽ കല്യാണം കഴിച്ച് എന്ത് ചെയ്യുന്നില്ല അതിനെപ്പറ്റി അവ്യക്തമായ ധാരണ ഏകദേശം തന്നെ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് ആ ഉദ്ദേശത്തിൽ നിന്നും വ്യത്യാസം. ഉദ്ദേശം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ മനസ്സിലാവും. അതുപോലെ മുക്തി വരേക്കും ഭേദവ്യപദേശം എന്നുള്ളത് ഭേദവ്യവഹാരം എന്നുള്ളത് ആശാപാശം എന്നുള്ളത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എത്രത്താണ്ട് ആശാപാശം കുറയുന്നതെന്നുള്ളത് ഇപ്പം അത് അവരവരെ അനുഭവവേദ്യം തന്നെയാണ്. ജീവൻ മുക്തം എന്നുള്ള ദശ വരുന്നവരേക്കും ഭേദവ്യപദേശമുണ്ട്. ജീവൻ മുക്തം എന്നുള്ള അവസ്ഥയിലും ആരംഭത്തിൽ ഉണ്ടാവാതിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നുള്ളത് ശാസ്ത്രത്തിന് വേദ്യം എന്നാൽ അത് ഈ ജീവൻമുക്തദശാന്ന് താണ്ടിയിട്ടുള്ളവരാണ് ഈ ശാസ്ത്രത്തിന് വ്യക്തമായിട്ട് സൂത്രരൂപത്തിലും ശാസ്ത്രരൂപത്തിലും എഴുതി വെച്ചിരിക്കുന്നത്. അതേപോലെ അവരിൽ നിന്നൊരു ഉപദേശം കൊണ്ടാണ് നമ്മൾ ഉപദേശിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അഭ്യാസം ചെയ്യുന്നത്. ഈ അഭ്യാസാർത്ഥം ചിലർ ഉപദേശിക്കുന്നു. ഞാനിപ്പോൾ അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അഭ്യാസം എന്ന് പറഞ്ഞാൽ ആ അഭ്യാസ ബുദ്ധി പോകണമെന്നല്ലോ അത് പോവോ ഇല്ലയോ എന്നുള്ളത് അത് നിർണയാത്മകമായ വാക്യത്തിൽ നിന്ന് നമുക്ക് സംശയം പോകുന്നു. സംശയം എപ്പോൾ പോവും? പൂർണ്ണമായ സംശയം പോകുമ്പോൾ ഹൃദയഗ്രന്ഥി വേദന ഏർപ്പെടുമ്പോൾ രഥസ്ഥാനം വിട്ടു എന്നാണ്. വ്യവഹാരദശ വിട്ടു എന്നാണ്. എപ്പോൾ വ്യവഹാരദശ വിടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിശ്ചയജ്ഞാനം എപ്പോൾ വരും? സന്ദേഹമില്ലാത്ത അവസ്ഥ, വിപ്രതിപത്തിയില്ലാത്ത അവസ്ഥ, ഇത് തന്നെ സ്ഥാനമെന്നുള്ള നിശ്ചയം. അത് വിജ്ഞാനം കൊണ്ട് നൽകും. നമുക്ക് ഉപപത്തി നമ്മുടെ വാക്യങ്ങളിൽ വിപരീത വാക്യങ്ങൾക്ക് ഉപപത്തി ഇല്ലാന്നും നാദവാക്യങ്ങൾക്ക് ഉപപത്തി ഉണ്ടെന്നും പഞ്ചാവയോന സഖാവാക്കം പ്രതിജ്ഞാഹിതോദാരണ നിയമനങ്ങളാൽ കിട്ടുന്ന വാക്യങ്ങൾക്ക് ഉപപത്തി ഉണ്ടാവാം. അതായത് ജ്യോതിശാസ്ത്രത്തിനാല് പറയപ്പെട്ടിട്ടുള്ള ഗോവിന്റെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സസ്യത്തിൻ്റെയോ ആ മരുന്നുകൾ ഇന്നാണ് ചെയ്യേണ്ടത്, ഇന്ന തരത്തിലുണ്ടായ ആ ക്ഷേമം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് ആ ക്ഷേമത്തെ അടയുന്നത് പോലെ, വ്യാധി വന്നാൽ മരുന്ന് കൊടുത്ത് അത് വ്യാധി നിൽക്കുന്നത് പോലെ, അത് ഉപപന്നം വന്നാൽ വ്യത്യാസം കൊണ്ടുള്ള ആ വൈദ്യനെ ഇത് ഇന്നത് സൂക്കറാണ്, ഇതിന് മരുന്ന് കൊടുക്കാമെന്ന് ഇതിൽ നിശ്ചയം വരുന്നത് പോലെ, നമുക്ക് ഇത് ജലം തന്നെയാണ് ശുദ്ധമായ തന്നെയാണ് കുടിക്കാൻ പറ്റുന്ന വിഷയത്തിന് കുടിക്കുന്നത് പോലെ ആ മുക്തിദശ എന്നുള്ളത് നമുക്ക് ഉപപന്നം ആവും തോറും നമ്മൾ അഭ്യാസം കൂടുന്ന സമയത്ത് ആ നാമരൂപത്തിനും അനാമ രൂപമായിട്ടുള്ള പരമാത്മാവില് ലയത്തിന്റെ എല്ലാ മാർഗങ്ങളും നമുക്ക് ഓരോ ഉപനിഷദങ്ങളും കിട്ടുന്നുണ്ട്. മാത്ര ലിംഗപദം തെത്വ. അപ്പോ സുഖദുഃഖാത്മകമായിട്ടുള്ളത് വിട്ട് ആനന്ദസുഖത്തിലേക്ക് പ്രവേശിച്ചു ഒരർത്ഥം. ഇല്ലെന്ന് അമ്മാന്നല്ല അടയാളപ്പെടം കൂടി ഇനി അമ്മാന്നില്ല അവസ്ഥ നമുക്കില്ല, ഇല്ലെന്ന് അച്ഛനില്ല അവസ്ഥയില്ല. ലിംഗത കാരണപദം. അമ്മാവർക്ക് പുത്രം ഉണ്ടാവണമെന്ന് അച്ഛനില്ലാതെ ബീജമാണ്. ആ പദങ്ങളില്ല. അമ്മ അച്ഛനില്ലാതെ വ്യവസ്ഥ പോയി എന്നർത്ഥം. നമുക്ക് വിരുദ്ധാവസ്ഥാനോ സന്യാസാവസ്ഥാനോ അല്ലെങ്കിൽ എന്താണ് ഈ ബ്രഹ്മചര്യാവസ്ഥാനോ അവസ്ഥയെ നമ്മൾ കണക്കാക്കുന്നില്ല എന്നുള്ളത് നിലയെത്തിയെന്ന് അർത്ഥം. ഭൂപത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് പ്രവേശിക്കൂ. ആ വാക്യങ്ങളിൽ ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയും. വിശ്വാസജ്ഞാനം ഇല്ലാത്തത്തോളം കാലം വിശ്വാസമില്ലാത്തതിൽ പ്രവർത്തിക്കില്ല. അതായത് സന്ദിഗ്ധനായ പ്രവർത്തിക്കുന്നത് നശിമില്ല. നിർണയജ്ഞാനം ഉണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കും. ഉപനിഷത്ത് വാക്യങ്ങൾ നിർണയജ്ഞാനമാണ്, പ്രമാണപ്രമേയ മാത്രഗമ്യം തന്നെയാണ്. സംശയ പ്രയോജനം ഇടവില്ല. സംശയിക്കാനേ വിഷയമില്ലാത്ത വാക്യങ്ങൾ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംശയിക്കുക. ലോകത്തിലാണ് സംശയത്തിന് വിഷയം. ഇത് ലോകാതീതമായിട്ടുള്ള ഉപനിഷത്ത് വേദവാക്യങ്ങളാകുന്ന സമയത്ത് നിശ്ചയത്തോടെ തന്നെ നമുക്ക് ഒപ്പിക്കേണ്ടി വരുന്നു. നിശ്ചയത്തോടെ തന്നെ പറയേണ്ടി വരും. മാത്ര ലിംഗപദം തെക്വ ശബ്ദവ്യഞ്ജന വർദ്ധിതം. ശബ്ദത്തിനാല് സൂചന എന്നുള്ളത് വിട്ട് അതായത് അശബ്ദസൂചകമായി, ആത്മീക സൂചകമായി, ആത്മാനുഭവമായി നടത്തും, സാക്ഷാത്കാരായി നടത്തും. ഇത് ശരിയാകുന്നില്ല നിശ്ചയം വരുന്നു നടത്തും. അസ്വരേണ അകാരണം. അസ്വരേണ അകാരണം, സ്വരരഹിതമായി കാരണമില്ലാത്തതായി, സ്വരസഹിതമായി കാരണമുള്ളതായി. ലോകത്തിലുള്ള സ്വരസഹിതമാണ്. കിളികളുടെ സൗണ്ടും മറ്റുള്ളതും കേൾക്കുന്നതാണ്. ഇന്നും കിളീൻ്റെതാണെന്ന് നമുക്ക് സാക്ഷാത്കാരമല്ല അവർക്ക്. ഇത് മൈനേൻ്റെതാണ്,
ഇത് കാകേണ്ടതാണ്, ഇത് ഇന്ന പക്ഷിയില്ല, അങ്ങനെ നേരിട്ട് കാണുമ്പോൾ കഴിച്ചാൽ ആ അനുഭവം നമുക്ക് വന്നു. അതുപോലെ ലോകം നൽകുന്ന ഭേദപ്രദേശത്തിൽ നിന്ന് അധ്യാത്മ ബുദ്ധി പോയി കഴിഞ്ഞാൽ ലോകാതീത വ്യവസ്ഥ എന്നുള്ളതിൽ ഉപപത്തി വരുമ്പോൾ അതിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും അധ്യാസം ചെയ്യാൻ നോക്കുന്നത്. അതായത് ലോകാധ്യാസം എന്നതിൻ്റെ പോയി ആത്മാനുഭവം എന്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ആശയമല്ലാതെ ആശപ്പെട്ടാൽ കിട്ടുന്ന അല്ലാതെ അത് ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു ഉണരലാണ്. എങ്ങനെ വെച്ചാൽ ആനന്ദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആനന്ദത്തിന് വേണ്ടിയിട്ടാണോ അധ്യാസം ചെയ്യുന്നത് ചോദിച്ചാൽ നിരുപാധികത്തിന് വേണ്ടിയിട്ടാണ് അധ്യാസം ചെയ്യുന്നത്. അപ്പം നിരുപാധികത്വം എന്ന് പറയുന്നത് എന്താണ്? ഉപദ്രവങ്ങളാണ്. ആ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആനന്ദം തന്നെയല്ലേ വെച്ചാൽ അതിൻ്റെ ആനന്ദത്തിനെ മാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന ആനന്ദം അല്ല എന്ന് പറയുമ്പോൾ അതിൽ നിശ്ചയജ്ഞാനത്തിന് വേണ്ടുന്നതായ വാക്യങ്ങളിലും കിട്ടുന്നതുകൊണ്ട് അപ്പോൾ കാരണം എന്നല്ലായ ശബ്ദജ്ഞാനമോ രൂപജ്ഞാനമോ ദർശനസുഖമല്ലേ വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ശബ്ദസുഖവും ഇല്ലേ വലുതെന്ന് ചോദിച്ചാൽ ഈ പഞ്ചേന്ദ്രിയ വേദ്യമായ സുഖത്തിനേക്കാളും ഒരു സുഖം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാരണപരമാത്മാവിലുള്ളതാണ്. അതുകൊണ്ടായി കാര്യം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ കാരണപരമാത്മ ഉയർന്നതാണെന്നതിൽ അഭ്യുചരിത ജ്ഞാനം ഉണ്ടാവുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ ലോകത്തെ വെറുക്കാനില്ലായ അല്പത്തൊന്നും വേണ്ട അഖണ്ഡമായ ഒരു വിഷയത്തെ വിട്ടിട്ട് അഖണ്ഡമായ ഒരു അതായത് 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഇന്ന് 2 കോടി ഉണ്ടാക്കണം തോന്നുന്നത് പോലെ അനിത്യമായ പദാർത്ഥം കാണുമ്പോൾ നിത്യമായ പദാർത്ഥത്തിന് വേണം തോന്നുന്നത് കൊണ്ടാണ് അഭ്യാസം ചെയ്യുന്നത്. രഥമുസജ്ജരച്ചതി മാത്ര ലിംഗപദം തെക്വ. ഇപ്പൊ അമ്മ എന്നുള്ള അടയാളം പോയിട്ട് ഇല്ലെങ്കിൽ സുഖദുഃഖം എന്നുള്ള അടയാളം പോയിട്ട് ചൈതന്യം നിലയായ അടയാളത്തിലേക്ക് പ്രവേശിക്കുന്ന അർത്ഥം. മാത്ര എന്നുള്ളതിന് സദൈവ തന്മാത്രം ചൈതന്യം മാത്രം തെക്വ ശബ്ദവ്യഞ്ജന വർജിതം. ഇപ്പൊ ശബ്ദവും പോയി വ്യഞ്ജനവും പോയി. നമ്മ വ്യഞ്ജകത്വം പറഞ്ഞാൽ ഉത്തേജകത്വം അതാണ് നമ്മൾ എന്താണ് ഒരു കാര്യം ചെയ്യാൻ കാരണം. അപ്പോൾ ഉത്തേജകത്വം അന്തർയാമിയോട് ഉത്തേജകത്വം വരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ടോപ്പ് മോസ്റ്റ്. അത് മറ്റൊരാൾ ഉത്തേജനം ചെയ്യുന്ന സമയത്ത് അത് ആ ഉത്തേജനം ഇല്ലടത്തോളം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ വേണോ വേണ്ടെന്ന് സംശയം. ഇവിടെ പിന്നെ അന്തർയാമി ഉത്തേജനം ചെയ്താൽ അത് സത്യമൊന്നുമില്ല, യഥാസൗകര്യം. ശബ്ദവ്യഞ്ജന വർജിതം, ശബ്ദവ്യഞ്ജനം എല്ലാം പോയി. ശ്രുതിപദം തന്നെ നമ്മൾ വിടുന്ന ഒരു സ്റ്റേജ് വന്നു. ആ ശ്രുതിപദത്തിൽ ഉപപത്തി താതാത്മ്യം ഏർപ്പെടുമ്പോൾ വരുന്ന സമയത്ത് അസ്വരേണ അകാരണം സ്വരമില്ലായ്മ വേദം ചൊല്ലുന്ന സമയത്ത് സസ്വരാണ്. ആ വേദം എല്ലാം വിട്ടുന്ന അർത്ഥം. അതായത് സ്വാനുഭവം അക്ഷണാഭിഭാഷാദികൾ പോയി എന്നില്ലെന്നറിയാം. അസ്വരേണ അകാരണം കാരണമൊന്നുമില്ല. പിന്നെ ആ സ്ഥിതി എന്നൊക്കെ എങ്ങനെ ഈ രമണ വലിയ വലിയ മഹർഷിമാരെല്ലാം നമ്മളെ മുന്നോറുകളെല്ലാം അകാരണമായിട്ട് അക്ഷണാഭിഭാഷാദി അസ്വരേണ അകാരണം പദ സൂക്ഷ്മം വികസതി. അത് സൂക്ഷ്മപദത്തെയാണ് അറിയുന്നത്. മോശപദത്തെയാണ് സൂക്ഷ്മമായ നമ്മൾ സ്ഥൂലബുദ്ധിയ ലോകബുദ്ധിയെ കാണുന്ന പദം അല്ലാതെ ആത്മീയവേദ്യമായ വിജ്ഞാനഗതിയാവുന്നത്. മാത്രാലിംഗപദം തിക്വാ ശബ്ദവ്യഞ്ജനവർജിതം. കാരണപദങ്ങളിലും പോയി ലിംഗപദങ്ങളിലും പോയി. ലിംഗം ഹേതു എന്നർത്ഥം. മാതൃത്വ ഹേതുത്വം പോയി എന്നർത്ഥം. ഇനിയൊരു മാതൃത്വത്തിനായിരിക്കാം അല്ലെ പിതൃത്വനായിരിക്കാം അല്ലെ കാരണപദം പോയി. ലൗകിക കാരണപദം പോയി. ആത്മീയ കാരണപദത്തിൽ സാധാത്കാരത്തെ ഉപപന്നമാവുന്നു മാത്രം. ഇല്ല തന്നെ അത് ഇങ്ങനെയാണ് വേണ്ടത്. പ്രത്യാശിരിക്കും ശബ്ദവ്യഞ്ജന വർജിതം. ഇത് ശബ്ദത്തിനാലൊന്നും പ്രകടനപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ആദ്യ ശബ്ദത്തെ വ്യഞ്ജനപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപം അണയുന്നതിന് മുമ്പ് എന്തിനാ ഒന്നും കൂടെ ആളി കത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പോകുന്നില്ല. അതേപോലെ എന്താണ് ഏറ്റവും കാരണം എന്നുള്ളത് മനസ്സിലാവുന്ന സമയത്ത് ആ കാരണത്തെ താതാത്മ്യത്തിന് വേണ്ടി വീണ്ടും കൊണ്ട് തന്നെ അഭ്യാസം ചെയ്യുന്നു. കാരണ താതാത്മ്യത്തിന് വേണ്ടി അഭ്യാസം ചെയ്യുന്നു. അസ്വരേണമക അകാരണം പദം സൂക്ഷ്മം. അകാരമായിട്ടുള്ളത് അകാരണമായിട്ടുള്ള പദം എന്നുള്ളത് സൂക്ഷ്മമായിട്ടാണ് ഈ ഗച്ഛതി. പോകുന്നുണ്ടോ വെച്ച് പോകുന്നില്ല. അകാരണ പദത്ത് പോകുന്നൊന്നുമില്ല. അത്രയധികം ക്രമമുഖ്യാന്തരെ പോകുന്നുള്ളൂ. പദ്യമുഖൊന്നും പോകുന്നില്ല. ഇടന് പോകാനായി കഴിഞ്ഞാൽ പിന്നെ എന്താ അത് വലിയൊരു ഭൂമിയുടെ ഒരംശമാണെന്ന് അവിടെ സാക്ഷാത്കരിക്കുന്ന സമയത്തിന് ഭൂമിയോളം പോകേണ്ട ആവശ്യമില്ലല്ലോ. ഭൂമിയിൽ തന്നെയാണ് ഉള്ളതെന്ന് അറിയുമ്പോൾ പിന്നെ ഭൂമിയിൽ എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഗന്ധവത്തായ പ്രതിഅംശത്തിനെ ശക്തി എന്ന് പറഞ്ഞാൽ ഗന്ധവത്തായ പ്രതിഅംശത്തിലേക്ക് പോയി ചേരണം.
അത് ഇല്ല തന്നെ. ഉള്ളതങ്ങ് ഉണരുന്ന സമയത്ത് ഏട്ടയും പോണ്ട ആവശ്യമില്ല. ശബ്ദാദി വിഷയാൻ പഞ്ച. ശബ്ദാദി വിഷയാന്നിൽ 5 ഇന്ദ്രിയങ്ങളാൽ 5 വിധത്തിൽ. ശബ്ദം കേൾക്കുക, ഭക്ഷണം ഉണരുക, രൂപം കാണുക, ഗന്ധം അനുഭവിക്കുക, രസം അറിയുക എന്നത്. ശബ്ദാദി വിഷയാൻ പഞ്ച മനശ്ചേവാദി ചഞ്ചലം. മനസ്സാണ് അതിചഞ്ചലമായിട്ടത്. 6ാമത്തെ ഇന്ദ്രിയല്ലേ, അന്തരിന്ദ്രിയല്ലേ. അപ്പോൾ അചഞ്ചലത നടത്തുന്നത് മനസ്സിനെ ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് ആത്മീയമായിട്ടായ ആഗമശീർഷത്തെ അറിയുമ്പോഴേ. ശബ്ദാദി വിഷയാൻ പഞ്ച മനശ്ചേവാദിചഞ്ചലം. മനസ്സാണ് അതിചഞ്ചലമായിട്ട്. ചിന്തയേതാത്മനോ രശ്മി. അപ്പോ ശബ്ദാദി വിഷയാൻ പഞ്ച മനശ്ചേവാദി ചഞ്ചലം. ശബ്ദാദി വിഷയം എന്നല്ല അചഞ്ചലമായിട്ടുള്ളതാണ് മനസ്സ്. എന്തുകൊണ്ട് ഈ ചഞ്ചലാവുന്നത്? ഈ 5 വിഷയങ്ങൾ നമ്മളെ പിടിച്ച് ഇഴുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിൽ പൊട്ടും കുഴമ്പയാണ്. അത് അവലും പുഴം കൂടെ കുഴക്കുന്ന പോലെ കുഴച്ച് എന്താ പറഞ്ഞാൽ പശയാവും. അതുപോലെ 5 വിഷയങ്ങൾ നമ്മൾ പിടിച്ച് ഇഴുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വഴിയാകുന്നു. മനശ്ചേവാദിചഞ്ചലം ചിന്തയേതാത്മനോരശ്മീം പ്രത്യാഹാര ഉച്യതേ. അതിന് പ്രത്യാഹാരം എന്ന് പറയുന്നത് പ്രാണായാമം, പ്രത്യാഹാരം, യോഗായോഗ. മൂച്ചുകാര് പുറത്തെ പോയി ഉള്ളിൽ കയറി പുറത്തെ പോയി മാറി മാറി ചെയ്യുന്നില്ലേ? അതുപോലെ ചിന്തയേതാത്മനോരശ്മീൻ പ്രത്യാഹാര ഉച്യതേ. ആത്മരശ്മിയെ ചിന്തനം ചെയ്യുന്ന, ആത്മവിവേചനം ചെയ്യുന്ന സോൾ മാർഗം. ആ ആത്മീയ മാർഗം ചിന്തനം ചെയ്യുന്നു. രശ്മിൻ പ്രത്യാഹാര സൗച്യതേ. യോഗം വന്നോ യോഗം വന്നിട്ടോ. ആഹാരജ്ഞാനം പോയോ പോയിക്കോ. ആഹാരജ്ഞാനം ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് ആഹാരജ്ഞാനമാണ്. ഇവിടെ ശരീരം അല്ലാത്തതിന് ആണ് ഇല്ലതായ സാക്ഷാത്കാരം. സത്ത ആണോ അത്, സദാ ഇല്ലതാണോ അത് എന്നില്ല സാക്ഷാത്കാരം. ആഹാരജ്ഞാനം പോയി സാക്ഷാത്കാര ജ്ഞാനം. ഇപ്പൊ ആഹാരജ്ഞാനം എന്നുള്ളത് പ്രപഞ്ചത്തിലുള്ള ആഹാരജ്ഞാനം. പ്രപഞ്ചാതീതമായിട്ടുള്ള പരമാത്മാനാണ് എന്നാണ് അനാഹാരജ്ഞാനം. അപ്പോൾ നമുക്ക് പ്രപഞ്ചം ആഹാരജ്ഞാനമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് കേട്ടെ. ലജ്ജാസുഖിയായിട്ട് തോന്നുന്നില്ല, ഏതാസുഖിയായിട്ട് തോന്നുന്നില്ലാണ് ലോകബുദ്ധി. ആഹാരജ്ഞാന ശാസ്ത്ര ന്യായശാസ്ത്രങ്ങളിലുള്ളതാണ് ആഹാരജ്ഞാനം എന്ന് പറയുന്നത്. യഥോവാസത്തിന്റെ പുസ്തകം പഠിക്കുന്ന സമയത്ത് കാണാറ്. ചിന്തയേതാത്മനോരശ്മീൻ പ്രഹത്യാഹരസ ഉച്യതേ. ആ ചിന്തനം എന്നുള്ളത് ആഹാര അഴിക്കണം. അത് പറയരുത്. ആഹാരജ്ഞാനം എന്ന് പറയുന്നതിന് അഴിക്കണം. അപ്പൊ അനാഹാരജ്ഞാനാവും. ആഹാരജ്ഞാനത്തിലാണ് നമ്മൾ ഉള്ളത്. ലോക കാര്യചിന്തനത്തിലാണ് ഉള്ളത്. കാരണചിന്തനത്തിലേക്കാണ് നാം ഉള്ളത്. കാരണചിന്തനം വന്നു കഴിഞ്ഞാൽ ആഹാരജ്ഞാനത്തില്ല, ലോകചിന്തനത്തിൽ പോകുന്നു. പ്രത്യാഹാരം. പ്രത്യാഹാരം சொன்னா പ്രത്യാഹാരം എന്ന് പറയുന്ന സമയത്ത് ഒവ്വൊന്നെയും നമ്മ എന്താ എന്നിട്ട് പ്രതിദിനം ഓരോ ദിവസവും ഒന്നുമില്ല പറയാൻ. ആഹാരം പ്രത്യാഹാരം ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങൾ ആഹാരജ്ഞാനം. അപ്പോ പ്രത്യാഹാരം ധ്യാനം. ഇത് ആഹാരജ്ഞാനാണ് അറിഞ്ഞുകൊണ്ട് അനാഹാര്യമായ പരമാത്മ ധ്യാനം. പ്രാണായാമോ അസധാരണ. അപ്പൊ പ്രാണായാമം എന്ന് പറഞ്ഞ ഓ എന്നുള്ളത് ഉച്ചാരണം. ആ ഓ എന്നുള്ള ഉച്ചാരണത്തിൽ എന്താണ്? ദഹരവിദ്യ. എല്ലാ വിദ്യയും ഉപനിഷത്തിൽ വേദ്യമായിരുന്ന ഓരോ തരത്തിലുള്ള വേദ്യയും ആത്മാവിനും അറിയാനുള്ള വിദ്യ പ്രാണായാമത്തോടെ ധാരണത്തിലേക്ക് പ്രവേശിക്കുക. ഭൂർഭുവസ്വരിതിവായ പിത്രോ വേറെ സാമൂഹ്യമേജ മഹാജനത്തെ ഏതേതേ മഹയതേ തദ്ബ്രഹ്മ എന്ന് പറഞ്ഞു. മഹത്വം നല്ലത് ബ്രഹ്മാന്ന് പറഞ്ഞു. ഭൂർഭുവ ഭൂമി സ്വർഗം, ഭൂമി ആകാശം സ്വർഗം. ഭൂർഭുവസ്വരിതിവായ പിത്രോ വ്യാഹൃതി രൂപത്തിൽ പറയുന്ന ആള്. ആ പല രൂപത്തില് അകാരോകാരം അകാരോപത്തിൽ പറയുന്നു. വ്യാകൃത സ്വപ്നം സൃഷ്ടി രൂപത്തിൽ പറയുന്നു. പല രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും
പ്രത്യാഹാര തഥാധ്യാനം പ്രാണായാമോധാരണം. പ്രാണായാമം എന്നുള്ളത് കഴിക്കുക. പ്രാണായാമം മൂച്ചിക്കാത്ത പോയി വരും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മൂച്ചിക്കാത്ത് പോവാനും വരാൻ ആ ചൈതന്യ പ്രേരണ. ചൈതന്യം എന്തിന് പരമചൈതന്യം എന്തിനും സങ്കല്പിക്കുന്ന വെച്ചാൽ അത് സങ്കല്പിക്കണമെന്നില്ല. നമുക്ക് സങ്കല്പം നമുക്ക് പോകുന്നു. നമ്മള് ഈ അവിദ്യയിലുള്ളത് കൊണ്ട് അവിദ്യ പോകുന്ന സമയത്ത് ആ സങ്കല്പം തങ്ങി പോകും. പ്രത്യാഹാര സദാധ്യാനം പ്രാണായാമോ ധാരണം. പ്രാണായാമം ധാരണം എന്നുള്ളത് തർക്കൈവ സമാധിഷ്ഠ. തർക്കം എന്നുള്ളത് അതാ വ്യാപ്യാരോപണ വ്യാപാരോ തർക്കം എന്ന് പറയും. വ്യാപ്യാരോപേണ വ്യാപ്യം എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളത്. പുക വെച്ചിട്ട് തീനെ കണ്ടുപിടിക്കുന്നു. പുകയെ ഉണ്ടെങ്കിൽ തീയിലാണ് പുക വരില്ല. അപ്പോ പുക എന്തുകൊണ്ട് കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് പുകയില്ലാത്തടത്തും തീയുണ്ട്. അപ്പോ എന്താ പറയുന്നത്, ഇരുമ്പ് എത്ര കൊഴുത്തില്ല തീരെ പുകയുണ്ടാവില്ല. ഗ്യാസിന്റെ തീരെ പുകയില്ലല്ലോ. അപ്പോ പുക കുറച്ചിലായതുകൊണ്ട് ഈ പ്രപഞ്ചം പുറത്തായതുകൊണ്ട് ഈ പുറത്തിലിരുന്ന് പരമാത്മാവിനാണ് മനസ്സിലാക്കിയത് വ്യാപകമായിട്ട്. കാരണം മനസ്സിലാക്കുന്നത് കാര്യമെല്ലാം പിടികിട്ടിക്കുന്നു. എങ്ങനെയാ പ്രാണനെ മനസ്സിലാകുന്ന സമയത്ത് പ്രാണൻ ഉണ്ടായാലേ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലാവില്ല. ആനയുടെ ശരീരം, ആട്ടിന്റെ ശരീരം, മനുഷ്യന്റെ ശരീരം, പ്രാണൻ ഉണ്ടെന്ന് മനസ്സിലാവില്ല, കാണാനില്ല. അപ്പൊ അത് അല്പാന്ന് മനസ്സിലാവുന്നത്. അപ്പൊ പ്രാണ ചൈതന്യം എന്നുള്ളത് ആഭ്യന്തരഹിതമായ അഖണ്ഡ ചൈതന്യമാണെന്ന് മനസ്സിലാവുമ്പോ തർക്കശ്ചൈവ സമാധിശ്ച. തർക്കം, തർക്കത്തിന്റെ ഉത്തരം. ഇത് തർക്കം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിന് അനുമാനത്തിന് ആ ഉപായം കിട്ടാണ്ടിരുന്ന സമയത്ത് ഈ തർക്കം പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വേദം. അപ്പൊ നിർവിവാദമായ തർക്കം വേദമാണ്. അപ്പോൾ വേദ്യാന്നത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമാധിയിലേക്ക് പോകുന്നത്. തർക്കശേവ സമാധിശ ഷഡംഗോ യോഗ ഉച്ചതേ. പ്രത്യാഹാരം എന്നുള്ളത്, ധ്യാനം എന്നുള്ളത്, പ്രാണായാമം എന്നുള്ളത്, ധാരണം എന്നുള്ളത്, തർക്കം എന്നുള്ളത്, സമാധി എന്നുള്ളത്, ഇതാണ് 6. ഈ 6നെയാണ് യോഗം എന്ന് പറയുന്നത്. അത് ഞാൻ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചു. അത് ഇതര ഉപനിഷത്തുകളിൽ മനസ്സിലാവുന്ന സമയത്ത് താനായിട്ട് മനസ്സിലാവും. നമ്മളെ അങ്ങനെ വിട്ടിട്ടാണല്ലോ. പ്രത്യാഹാരം എന്ന് പറഞ്ഞു ആഹാരജ്ഞാനം എന്നതിന് പോകണം. അത് എച്ചതി പ്രതി അനുഗച്ഛതി എന്ന് പറയുന്ന പോലെ പോകുന്നു, അതിന്റെ പിന്നടി പോകുന്നു. ഗുരു ഉപദേശം, ഗുരുവിന്റെ പിന്നടി ഉപദേശം കേട്ടുകൊണ്ട് പോകുന്നു. ആ വാക്യങ്ങളെല്ലാം നോക്കുന്നു, ശാസ്ത്രങ്ങളെല്ലാം വീണ്ടും ആലോചിച്ച്. രോഗം പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ വഴിയെ നടക്കുന്നില്ല. പക്ഷെ ആത്മോപദേശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ വഴിയെ പോകുന്നില്ലെങ്കിലും ആത്മോപദിഷ്ടമായ ശാസ്ത്രത്തിന്റെ വഴിയെ നമ്മൾ വീണ്ടും വീണ്ടും അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ മുക്തിപദം കിട്ടാൻ വേണ്ടി. പ്രത്യാഹാര സദാധ്യാനം. ആഹാരം എന്നുള്ളത് അനാഹാരജ്ഞാനത്തിലെത്തും. ആഹാരജ്ഞാനം പോകുന്നു. മുതലത് ആഹാരജ്ഞാനം എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതായിട്ട് നാം ആഹാര ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ശ്രുതിവാക്യങ്ങളാണ്. അതായത് നമ്മൾ ലോകബുദ്ധിയെ കാണുന്നതിൽ നിന്നും അലൗകിക ബുദ്ധിയായിട്ട് ലോകോത്തരമായിട്ട് കാണുന്നതിനെ നമ്മൾ അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ അധ്യാസം പോയി ആ അധ്യാസത്തിലേക്ക് പോയി, ലോക ഭേദാധ്യാസം പോയി അഭേദാധ്യാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ധ്യാനം ചെയ്യുന്നു. ആഹാര്യമായിട്ടുള്ള ഇല്ലാത്തത്, അത് ഘടം ഇല്ലാത്തത് ഘടം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആഹാരജ്ഞാനം. അപ്പൊ ആത്മാ ഇല്ലാത്തവർക്ക് ആത്മാ ഉണ്ടെന്ന് ചെയ്യുന്നത് ആഹാരജ്ഞാനം. അങ്ങനെ ആഹാരജ്ഞാനം ചെയ്ത് അകാരോകാരം അകാരങ്ങളിൽ തൈത്രിയാദി ഉപനിഷത്തുകളിൽ പറയുന്നതായ പരമാത്മ സ്വരൂപത്തെ ധ്യാനം ചെയ്യുന്നു. ആഹാരജ്ഞാനത്തെ താതാത്മ്യമാക്കി, അല്ലത് ഈ അധ്യാസം, ഈ ലോകാധ്യാസം എടുക്കുന്നത് ഉള്ളത് പോലെ ആ അധ്യാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഏത് കാരണ പരമാത്മാവിനെ ആഹാരജ്ഞാനത്തോടെ ആഹാരത്തിന് കൊണ്ടുവന്നതിന് ശേഷം അതിനെ ധ്യാനിക്കുകയാണ്. ആ ധ്യാനം സ്പഷ്ടമാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഉപനിഷത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉപനിഷത്ത് അറിയുന്നവർ അത് ചുവറിനോട് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആരോ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് പോലെ ജോലിയിൽ പറയുന്നു. എന്നാൽ ആരോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് വെറുതെ നോക്കുന്നു. എന്തിനു നോക്കുന്നു വിചാരിച്ചതിനെ ആഹാരജ്ഞാനത്തിലിരുന്ന് ആ ആഹാരം എന്നുള്ള കാരണം പറഞ്ഞ് ആ കാരണാഹാരജ്ഞാനത്തിനെ അഴിച്ച് കാരണ താതാത്മ്യത്തിനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രുതിവാക്യങ്ങളെ ധ്യാനം ചെയ്യുന്നു. സ്വതവ്യാഹ എന്നുള്ള ഗുരുപദേശം കഴിഞ്ഞതിന് ശേഷം ആ ശ്രുതപദങ്ങളെ ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ആദ്യം ലോക വിഷയത്തിൽ അധ്യാസം പോകാൻ വേണ്ടിയിട്ട് ലോകാതീത പരമാത്മനെ ആഹാരജ്ഞാനം ചെയ്യും. ആ കാരണപരമാത്മ ആഹാരജ്ഞാനം ചെയ്യുന്ന സമയത്ത് അത് ദൃഢാവാൻ വേണ്ടിയിട്ട് അതിനെ വീണ്ടും തിരിച്ചും മറിച്ചു വിട്ട് പറഞ്ഞ് അധ്യാസം ചെയ്യുകയാണ്. അധ്യാസം ചെയ്യുന്നു പറഞ്ഞാൽ ധ്യാനം ചെയ്യുകയാണ്. ആ ധ്യാനാണ് പ്രാണായാമം. അത് മൂച്ചിക്കാറ്റ് പോയും വരും ചെയ്യുന്നത്. തൈലധാരാവത്തിന് ഞാൻ പെണ്ണിങ്ങനെ ഒഴുകാൻ തുടങ്ങിയാൽ ഉച്ചാണ്ട് ഒഴുകുന്നില്ല. അതുപോലെ ആ അധ്യാസ ബുദ്ധി വരണം. ആഹാരജ്ഞാനം എന്നുള്ളത് ലോകാധ്യാസ ബുദ്ധി പോയി ലോകാതീത പരമാത്മാധ്യാസം വരണം. അതായത് ആഹാരജ്ഞാനം എന്നുള്ളത് ലൗകികമായിട്ടുള്ള ആഹാരജ്ഞാനം പോയി അലൗകികമായിട്ടുള്ള കാരണജ്ഞാനം വരില്ലെന്നാണ്. അപ്പോൾ പ്രാണായാമോ അധധാരണം. പ്രാണായാമം എങ്ങനെയാണോ മൂച്ചിക്കാറ്റ് വിടുന്നത്, ആകാരോകാരം ആകാരങ്ങൾ ശാസ്ത്രീയ ശാസ്ത്രങ്ങളിൽ പറഞ്ഞത്, അത് ധാരണ ആയിക്കഴിഞ്ഞാൽ ലോകാധ്യാസം പോയി പരമാത്മാധ്യാസം എന്നുള്ളത് അധ്യാസം എന്ന് പറയാൻ പറ്റില്ല. പരമാത്മാവിനെ അധ്യാസമല്ല, അത് പരമാത്മാവിനെ സാക്ഷാത്കരിക്കണം, അത് ഉണരലാണ്. അപ്പോൾ അതിന് ധാരണ എന്ന് പറയും. അത് ഉണർന്നു കഴിഞ്ഞാൽ അവസ്ഥ കല്യാണം കഴിച്ച് ഭാര്യയായിട്ടുള്ള സംസർഗം എന്നുള്ള പോലെ അതിന് മുമ്പേയുള്ള അവസ്ഥയിലാണ് നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. ധാരണം തർക്കശ്ചൈവ. ധാരണത്തിൽ നമുക്ക് ഏതാ സംശയം ഉണ്ടെങ്കിൽ അതിനെ തർക്കം കൊണ്ട് അതിനെ നിസ്സന്ദേഹം ഒഴിക്കുകയാണ്. സമാധിച്ച നിസ്സന്ദേഹം ഒഴിഞ്ഞാൽ ഹൃദയത്തിന്റെ വേദനായിരിക്കുന്നു. സമാധി എന്ന് പറയുന്നത് അതാണ് ഷഡംഗം എന്ന് പറയുന്നത്. ഈ ഷഡംഗാണ് യോഗം എന്ന് പറയുന്നത്. ഇത് സാധാരണ കിട്ടുന്നതൊന്നും അല്ല. ഇത് കിട്ടി കഴിഞ്ഞൊന്നും കിട്ടാനൊന്നും ഇല്ലാന്നുണ്ട് തന്നെയാണ്. യഥാ പർവതധാതൂനാം ദൃശ്യന്തേ ഭ്രമനാൻ മലഃ യഥാ പർവതധാതൂനാം ദൃശ്യന്തേ ഭ്രമനാൻ മലാഹ. എങ്ങനെയാണോ പർവ്വതധാതൂനാം പർവ്വതത്തിലുള്ള ധാതുക്കൾ, അതായത് ധാതു മൂല ജീവസജ്ഞ ജീവശാസ്ത്രത്തിൽ പറയുന്നു. ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് മുതൽ സ്വർണം വരെ എന്ന് വെച്ചോ. അല്ല സ്വർണം മുതൽ ഇരുമ്പ് വരെ, ഇല്ല വെള്ളി മുതൽ സ്വർണം വരെ ധാതുക്കൾ. പർവ്വതധാതൂനാം പർവ്വതത്തിലുള്ളതായ ധാതു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ധാതു അംശം ഇല്ലാത്ത ഒരു പദാർത്ഥമില്ല. ഒരു മരം എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ട്, ഒരു ജീവനട്ട അതിലുണ്ട്. ആ ധാതുക്കൾ ചേർന്നിട്ടേ ഒരു കൂടെ ശരീരമുള്ളൂ. അത് ധ്രുവീകരണം എന്ന് പറഞ്ഞാലും സഞ്ചീകരണം എന്ന് പറഞ്ഞാലും അതിൽ ധാത്വംശം തന്നെയാണ്. ധാതുവും മൂറും ജീവൻ. അപ്പോൾ മേഷരാശി ധാത്വംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഷരാശിയിൽ ധാത്വംശം മാത്രമെന്നല്ല ഉള്ളൂ. കൂടെ ശരീരമാണെന്നുണ്ടെങ്കിൽ ജീവാംശം അതിലുണ്ട്. ആടുതീ എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണത്. പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ടെന്നാൽ തിരിച്ചാൽ ധാതു മൂല ജീവസജ്ഞ തിരിക്കുന്നതിന്റെ കാരണം പ്രശ്നകാലത്തിൽ ഇവിടെ ജീവവിഷയമായിട്ടാണോ അല്ല കുഴിച്ചെടുക്കേണ്ട വിഷയമായിട്ടാണോ പറയേണ്ടത്, അല്ല ചലിക്കുന്നുണ്ട് പൊരുൾ കാണാണ്ടായി കഴിഞ്ഞാൽ അത് പോകുന്നുണ്ടതിന്റെ വിഷയത്തിലാണോ പറയേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സജ്ഞ കൊടുത്തതാണ്, പേര് നിർദ്ദേശം ചെയ്താണ്. ഏകദേശം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്, അതൊരു വ്യവഹാര റൂട്ടാണ്. അപ്പോ പ്രത്യാഹാര തഥാധ്യാനം പ്രാണായാമോദധാരണം തർക്കൈവ സമാധിച്ച സദംഗോ യോഗം. അത് സദംഗയോഗം പറഞ്ഞു. രഥപർവ്വതധാതൂനാം രഥം എന്നുള്ളത് വഴി വെച്ചു കൊണ്ടുവന്നത് ബസ്സോ ട്രെയിനോ ആയാലേ. രഥപർവ്വതധാതൂനാം മലയിൽ ഇല്ലായ പൊരുൾക്കളായാലും ശരി. ദഹ്യന്തേ ധമനാൻ മലാഹ. അത് ധാതുക്കളെന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നു. പർവ്വതത്തില് എന്തിനാണ് മലമായിട്ടുണ്ടായത്, എന്തിനാണ് കെടുതലായിട്ടുണ്ടായത്? പർവ്വതത്തിൽ നിറയെ പൊടിച്ചെടികൾ ഉണ്ടായിരുന്നു. അത് ആന തിന്നിട്ട് കാട്ടി. ഇല്ലെങ്കിൽ ആനേന സിംഹം തിന്നിട്ട് അതതിൻ്റെ ഇച്ചിലാടിയിട്ടു. ഇങ്ങനെ പലതരത്തിലുള്ളതായ ദോഷങ്ങൾ, അതായത് പ്ലാസ്റ്റിക് കൊണ്ട് പലതരത്തിലുള്ള ഉപദ്രവം അഴിയുന്നില്ല, നശിക്കുന്നില്ല എന്ന് പറയുന്നത്. അതെല്ലാം ഒന്നിനെ കൊണ്ട് ധരിക്കുന്നു. ശുദ്ധാവും. ജലത്തിൽ പുതിർന്നു പോകുന്നു, ജലത്തിൽ പോകുന്നു, തീയിൽ പോകുന്നു, കാറ്റിൽ പോകുന്നു, വെറ്റി പോകുന്നു. അപ്പോ രഥപർവ്വതധാതൂനാം ദഹ്യന്തേ
ഗമനാൻ മലഹ മലം തന്നെ പരമാത്മകാരണമായിട്ടുണ്ടായ കാര്യം പരമാത്മാവ് ലയിക്കാണ്ടിരിക്കില്ല. ഏതിനെ കൊണ്ടും ഭഗവാന് ഉപദ്രവിക്കാനാവില്ല. തദ്ദേന്ദ്രിയ കൃതാ ദോഷാഹ അതേപോലെ ഞാൻ നമുക്ക് ഇന്ദ്രിയകൃതമായിട്ട് ചില ദോഷങ്ങളുള്ളത്. ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ കടക്കാൻ പറ്റുന്നേ ഉള്ളൂ. മനസ്സ് വെച്ചാവാത്ത കാര്യമില്ല. അപ്പോ തഥേന്ദ്രിയകൃതാ ദോഷാഹ സത്യന്തേ പ്രാണധാരണാത് പ്രാണനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ പ്രാണനിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ ബുദ്ധിയല്ല, ഈ മനസ്സ്. അതുകൊണ്ട് ഈ മനസ്സിന് പ്രാണനെ അടക്കാൻ പറ്റാത്ത വിഷയമല്ല. അപ്പൊ ആരൊക്കെ അധ്യാസ ബുദ്ധി എന്നിട്ട് തോന്നോ ആഹാരജ്ഞാനം എന്നിട്ട് യഥാർത്ഥമാവുന്നു, സാക്ഷാത്കരിക്കപ്പെടുന്നു ചടങ്ങങ്ങളാലെ. അതാണ് ലോകാതീതം ലോകോത്തരാണാൻ ചെയ്താൽ കോഹിവിജ്ഞാത് മൃഗസ്യ പറഞ്ഞു. എൻ്റെ ഒരു ഗുരുനാഥൻ്റെ മകൻ വന്നിരുന്നു. അയാൾക്കൊരു മകന് ഒരു പ്രശ്നം, അയാളുടെ മകൻ എന്നാലും പറഞ്ഞ ഞാനിവിടെ വന്നതില്ല. അയാളുടെ ഓപ്പറേഷൻ ക്യാൻസറാണ്. എന്ത് ചെയ്യണം, ഉപനിഷദ്വേദ്യമായിട്ടുള്ള പാരായണം ചെയ്തോളും. ഹോമം ചെയ്യുന്നവരോ പറഞ്ഞേ നോക്കാം. ഹോമം ചെയ്തു. ഇന്നലെ വർക്കേണ്ട സമയത്ത് പറഞ്ഞത് അതുപോലെ ഞാൻ പറഞ്ഞത് ലോകോത്തരാണ് ചോദിക്കുന്നത്. ലോകോത്തരമായിട്ടുള്ള ലോകാതീതമായിട്ടുള്ള ആത്മജ്ഞാനം അറിയുന്നവർ പറയുന്നത് മറ്റുള്ളവർക്ക് അതുപോലെ ധരിക്കണമെന്നില്ലല്ലോ. പഠിച്ചവർക്കല്ലേ പഠിച്ച ആ റൂട്ടിലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുള്ളൂ. അനിത്യമായ ഉദാഹരണങ്ങൾക്ക് അനിത്യമായ സ്ഥലത്തെ പെടുന്നതിലും നിത്യമായ പരമാത്മാനുഭവത്തിന് വേണ്ടിയിട്ട് സാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അകൃതകരണ പാഠമുള്ള ഭഗവാൻ എന്നും ചെയ്തുകൂടായിട്ടില്ല. അത് ശരിയാണെന്ന് തോന്നി. പക്ഷെ അതിനു മുമ്പേ ഗുരുനാഥൻ പറയുന്നതിലും മേലെ ശിഷ്യൻ പറയുന്നത് ഉണ്ടാവുമോ എന്നൊരു സംശയം. അങ്ങനെയാണ് ലോകത്തിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും സാധാരണ. പക്ഷെ ആത്മീയ വിഷയത്തിൽ പോയി സംശയം ഉണ്ടാവില്ല. ആത്മീയ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഗുരുനാഥൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ സമയത്ത് അയാൾക്കത് സാക്ഷാത്കരിക്കും, ശരിയാണെന്ന് തോന്നും. പക്ഷെ അതിന് മുമ്പേ പറഞ്ഞ സമയത്ത് അത് സാക്ഷാത്കരിക്കില്ല, സാക്ഷാത്കാരമായിട്ട് തോന്നില്ല. ഗുരുനാഥനോട് ചോദിക്കട്ടെ എന്നിട്ട് ചെയ്യാൻ തോന്നും. ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥനെ പറഞ്ഞാൽ ചെയ്തത് അതാണ് നടന്നത്. അപ്പോൾ ലോകോത്തരാണാൻ ചെയ്താൽ കോഹിവിജ്ഞാതം നിർത്തി. ലോകോത്തരാണാൻ ചെയ്താൽ ലോകത്തിന് മേലെല്ലായ പ്രപഞ്ചത്തിന് മേലെല്ലായ കാര്യങ്ങളെ പരമാത്മാവിനെ അറിയുന്നവർക്ക് പരമാത്മ വിഷയം ജ്ഞാനം സാക്ഷാത്കാരാവുന്നു. ചിലവർക്കത് ആവാൻ പ്രയാസമുണ്ട്, ആവാം. കുഞ്ഞുണ്ടായി ഇങ്ങനെ ആവാം. ഉപദേശ മാർഗങ്ങൾ കറക്കാമെന്ന് ആത്മീയവർക്കാവാം. ഇല്ലെങ്കിൽ വാസന ഒരാൾക്ക് വരണമെന്നില്ല, ആത്മീയ വാസന ഇല്ല. തദ്ദേന്ദ്രിയ കൃതാ ദോഷാഹ ദസ്യന്തേ പ്രാണധാരണാത് പ്രാണധാരണം ഉള്ളതുകൊണ്ട് ഇന്ദ്രിയകൃത ദോഷങ്ങൾ ആ പ്രാണൻ കൊണ്ട് ആവാത്ത കാര്യമല്ല. അത് നഷ്ടം. പ്രാണായാമേർദോഷാൻ ധാരണാ അഭിഷ്ട കിൽമിഷാൻ പ്രാണായാമേർ ദഹേർദോഷം. പ്രാണായാമത്തിനാൽ ദോഷങ്ങൾ ധരിക്കപ്പെടുന്നു. അത് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാണായാമം കൊണ്ട് ദോഷങ്ങൾ ധരിക്കപ്പെടുന്നുണ്ട്. ഇപ്പം വാതരോഗം ആയിക്കഴിഞ്ഞാൽ അതൊരു യോഗയുണ്ട്. ആ യോഗ ചെയ്ത് ആ നടുവേദന പോകും. അത് ഹൃദയ നരമ്പ് മണ്ഡലത്തിൽ ചെറിയ ഓടയിലെ കൂടെ ഒഴുകുന്ന അഴുക്ക് പോലെയാണ്. കാറ്റിനാടലിൻ്റെ പ്രധാനമുണ്ട്. ആ കാറ്റിനെ നിയന്ത്രിക്കുന്ന ആ യോഗ ചെയ്ത് കഴിഞ്ഞാൽ ആ നടുവേദന ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വേദനകളെല്ലാം പോകും. അപ്പോൾ പ്രാണായാമേർ ദഹേർദോഷാണ് പ്രാണായാമത്തിനാണ് ദോഷമെല്ലാം ധാരണാഭിഷ്ടം. അപ്പോൾ പ്രാണായാമേർ ദഹേർദോഷ ഈ പ്രാണായാമത്തിന് ഓരോന്ന് ചെയ്യുന്നത് അകാരങ്ങൾ ജയിക്കുന്നത് ത്രിമാത്രത്തിൽ ജയിക്കുന്നത് ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ സാക്ഷാത്കരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലം തീർച്ചയായിട്ടുണ്ട്. പ്രാണായാമ ലൗകികമായിട്ട് പ്രാണായാമം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യോഗാഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ ചില രോഗങ്ങളിലും നമുക്ക് മാറ്റാൻ പറ്റത് ആയുർവേദ മരുന്ന് കൊടുത്ത് മാറ്റുന്നതിനേക്കാൾ വേഗത്തിൽ തന്നെ ആവണം. ആയുർവേദ മരുന്ന് വളരെയധികം പ്രയോജനമുള്ളതാണ്. എന്നാലെന്താണെന്ന് വെച്ചാൽ യോഗ എന്നുള്ളത് അവർ വായുവിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയായതുകൊണ്ട് നരമ്പുകളെ വേഗത്തിൽ ശുദ്ധീകരിക്കുന്നതായതുകൊണ്ട് അത് വേഗത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രാണായാമത്തെ എന്തുകൊണ്ട് ചോദിച്ചാൽ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, അതിന് ഞാൻ യോഗ ചെയ്തിട്ട് അത് നിർത്തി. വേറെ ഞാൻ അതാ ചെയ്യാറ്. മരുന്ന് കഴിക്കുന്ന സമയത്ത് കൂടുതൽ കാലെടുക്കുന്നുണ്ട്. വീട് ആവശ്യമുള്ളവർക്കാണ് യോഗ എന്ന് പറഞ്ഞാൽ എടുക്കാമെന്ന് ഞാൻ തന്നെ. അത് ചില ഡോക്ടർ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശത്തിൽ നിന്ന് ഇന്നത് ചെയ്താൽ മതി പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേദന വ്യത്യാസം പ്രത്യേകമായിട്ട് കാണാനും കിട്ടുന്നുണ്ട്. എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അനുഭവം കിട്ടുന്നത്. പ്രാണായാമേർദോഷാൻ ധാരണാധിഷ്ഠ. അപ്പോൾ പ്രാണായാമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ചെയ്താൽ അതിന് ഉളുക്കാന്ന് പറഞ്ഞാൽ ഉളുക്ക് എടുത്താലേ പറ്റുള്ളൂ. പഴയ കാലത്തിൽ ഉളുക്കെടുക്കുന്ന വൈദ്യന്മാരല്ലേ.
ചവിട്ടി തടയേണ്ടത് ചവിട്ടി തടയാലേ പോകുന്നത്. അത് വെറുതെ തടയിട്ട് കാര്യമില്ല. അത് ചവിട്ടി തടേണ്ട വയസ്സിനുള്ളിൽ തന്നെ അയാളെ ചവിട്ടി തടാനും പറ്റില്ല. വളരെ അറിയുന്നവർക്ക് അതെല്ലാം പ്രശ്നമായിരിക്കും. പ്രാണായാമേ അതേപോലെ ആയുർവേദത്തിൽ എന്താ തിരുമ്പൽ അറിയുന്നവർ പ്രാണായാമേ ദഹേ ദോഷാൻ ധാരണാവിഷ്ടം. അപ്പോൾ ദോഷങ്ങളേത് അറിഞ്ഞു കഴിഞ്ഞാൽ ദോഷത്തെ മാറ്റാൻ പറ്റും. ഇത് ദോഷമാണെന്ന് അറിയാത്തടത്തോളം കാലം ഇങ്ങനെ അവരും പഴവും കൂടെ കൂട്ടി കുഴച്ച പോലെ ഇങ്ങനെ കുഴഞ്ഞിട്ട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിഞ്ഞു നിൽക്കും. പ്രാണായാമേ ദോഷാൻ ധാരണാവിഷ്ടം അറിയുന്നതുകൊണ്ട് കൽമഷം എന്നുള്ളത് പോകും. കൽമഷം എന്ന് പറഞ്ഞാൽ ബുദ്ധിയിലുണ്ടാകുന്നതായ ദോഷം. അത് ശരിയായ ധാരണ കൊണ്ട് മാത്രമേ കൽമഷം പോകുന്നു. കൽമഷം പോകാനാണ് വീണ്ടും വന്ന് ഓരോ ശബ്ദങ്ങൾ അനാലിസിസ് ഇല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിന് അനാലിസിസ് ചെയ്യുന്നത്. ഇല്ലെ ശാസ്ത്രാഭ്യാസം ചെയ്യുന്നു. പ്രത്യാഹാരേണ സംസർഗാണ്. പ്രത്യാഹാരം കൊണ്ടാണ് സംസർഗം മനസ്സിലാവുന്നത്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ അതാണ് കാരണപരമാത്മ ജ്ഞാനം. അത് ലോകത്തിലുള്ള ഒരു പൊരുൾ ഒരു നല്ല കാണാൻ രസമുള്ള പെണ്ണിനെ അറിയുക, നോക്കുക, രസിക്കുക, അല്ലെങ്കിൽ ധ്യാനിക്കുക, അങ്ങനെ അല്ലാതെ നിരവയവമായ ഒരു പദാർത്ഥമാണ് കാരണപരമാണ്. അതിനാ ആദ്യം അധ്യാഹാരം ചെയ്യാൻ വേണ്ടത്. ഇല്ലാത്ത ബന്ധു ധരിച്ച് അതിൽ പ്രവർത്തിക്കണം. എന്നിട്ട് അത് അകാര ഉകാരം അകാരാദി രൂപേണ ഉപനിഷദ്വേദ്യമായ രീതിയിൽ അഖണ്ഡ ചൈതന്യമായിട്ട് ആഹാര്യം ചെയ്ത് അത് ധ്യാനം ചെയ്യണം. അഖണ്ഡമായ ആ ഒരു നിർവിശേഷ ജ്ഞാനത്തെ ധ്യാനം ചെയ്യണം. അത് എളുപ്പത്തിലൊന്നും ധ്യാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനാ വീണ്ടും വീണ്ടും ശാസ്ത്രാഭ്യാസം ചെയ്യുന്നത്. ശാസ്ത്രാഭ്യാസം ചെയ്യുമ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കും. ശാസ്ത്രാഭ്യാസ ബഹുക്ലേശം ബുദ്ധേശമാണ് ഉപദേശം. ഹരിബുദ്ധി എന്നുള്ളത് ആണ് സർവഹരണ ബുദ്ധി. സർവഹരണങ്ങളെ ഹരിക്കാനുള്ള പ്രാണൻ ലയിക്കുന്നതായ അവസ്ഥ. ലയിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അഭ്യാസം ചെയ്തതിനെ പറ്റില്ലോ. പിന്നെ സാധാരണ ചെറിയ ഒരു മൂട്ട തൂക്കെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല പുഷ്പമുഷ്പമായിട്ടുള്ള ആൾക്ക് അത് തൂക്കാനാവുന്നില്ല. 10 കിലോ മേലെ എന്ന് പറഞ്ഞാൽ അഭ്യാസമില്ലാത്തതുകൊണ്ടില്ല. നിത്യേന നടക്കുന്നതിന് പാദചാരിത ഭോജനം. നിത്യം നടക്കുന്നതിന് ഭക്ഷണം കഴിക്കാൻ പറ്റും. നടക്കുന്നേ ഇല്ലാത്തവന് അതിനനുസരിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ആ ജാഗ്രതാഗ്നി വികാസം എത്രയുണ്ടോ പൂർവ്വജന്മത്തിൽ അതിനനുസരിച്ച് ഇപ്പോൾ കഴിക്കാൻ പറ്റും. ദഹ്യന്തേ പ്രാണധാരണാത് സതേന്ദ്രിയ കൃതാദോഷ. ഇന്ദ്രിയകൃത ദോഷങ്ങൾ ദഹിക്കപ്പെടുന്നു പ്രാണധാരണം ഉള്ളത് കൊണ്ട്. പ്രാണധാരണം ഉള്ള സമയത്ത് പ്രാണനെ കൊണ്ട് അടക്കാൻ പറ്റാത്ത കാര്യമില്ല എന്നർത്ഥം. ആ പ്രാണനെ അറിയണം ആദ്യം. ആ പ്രാണായാമം അറിയണം. പ്രാണായാമേ ദഹേ ദോഷാൻ ധാരണാഭിഷ്ട. ആ പ്രാണായാമം അറിഞ്ഞാൽ കിൽമഷങ്ങളും പോക്കാം. നമ്മുടെ ദുരിതങ്ങൾ ഇല്ലാണ്ടാക്കാം, ദോഷങ്ങൾ ഇല്ലാണ്ടാക്കാം. ദുരിതങ്ങൾ ഇല്ലാണ്ടാക്കാനില്ല മാർഗ കർമ്മമാർഗത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ദോഷനിവൃത്തിക്ക് പ്രായശ്ചിത്തം തന്നെയാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ദോഷം നിവർത്തിക്കാൻ ആത്മസാക്ഷാത്കാരം തന്നെ പോകണം. പ്രാണായാമേ ദഹേ ദോഷാൻ ധാരണാഭിഷ്ട കിൽമിഷം. കൽമഷം പോകണമെന്നുണ്ടെങ്കിൽ പരമാത്മ ധാരണം തന്നെ വേണം. പ്രത്യാഹാരേണ സംസർഗാന്. ആഹാരജ്ഞാനത്താൽ സംബന്ധം നല്ലത്. ധ്യാനേന അനീശ്വരാൻ. ധ്യാനേന ധ്യാനം കൊണ്ട് അറിഞ്ഞു, ധ്യാനം കൊണ്ട് ആലോചിച്ച് ചിന്തനം ചെയ്ത് ശ്രവണ മനനം എന്ന് പറയുന്നത് ധ്യാനം എന്ന് പറഞ്ഞാൽ. ധ്യാനേന മനനം കഴിഞ്ഞാൽ ദൃഢം ദൃഢീകരണം, അത് നിരുദ്ധ്യാസം. ധ്യാനേന ഈശ്വരാൻ ഗുണാണ്. അതായത് ആട്ടിപ്പടയ്ക്കുക തന്നെ ഈ ഈശ്വരത്വം നൽകുക ഇന്ദ്രിയങ്ങൾക്ക്. അത് അനീശ്വരത്വം ഈ ഇന്ദ്രിയങ്ങളെ ആട്ടിപ്പടയ്ക്കുന്നതായ ജീവാത്മ. ആ ജീവാത്മന്റെ കാരണം എന്നുള്ളത്. ജ്ഞാനേനാനീശ്വരാൻ ഗുണാന്. ഐശ്വര്യ ഗുണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ കാണുന്ന ഗുണങ്ങൾ. അനൈശ്വര്യ ഗുണം എന്ന് പറഞ്ഞാൽ നിർവിശേഷ പരമാത്മജ്ഞാനം. കിൽമിഷം ഹി ക്ഷയം നീത്വാ. ഈ കഷ്ടമുണ്ടല്ലോ, ലൗകികമായ കഷ്ടങ്ങൾ. കൽമിഷം ഹി ക്ഷയം നീത്വാ. ഇത് ക്ഷയമാക്കണം. ലോകവ്യവഹാരത്തിന്റെ കുറക്കണം. എങ്ങനെ കുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാത്മ ധ്യാനത്തോടെ പരമാത്മ അനുഗ്രഹത്തിനാലെ കുറയും. ചിലപ്പോൾ കുട്ടികളെ കിട്ടുമ്പോൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ശുദ്ധിവാക്യങ്ങൾ അത്രയും നിശ്ചയാത്മകത്തിലുണ്ട്. കിൽമിഷം ഹി ക്ഷയം നീത്വാ രുചിരം ചൈവ ചിന്തയേത്. കിൽമിഷം ഹി ക്ഷയം നീത്വാ. ലൗകികമായ കഷ്ടത്തിലെ കുറച്ച് കൊണ്ടുവന്നിട്ട്
രുചിരം ജൈവ ചിന്ത, അതിമനോഹരമായിട്ടുള്ളത് ചിന്തിക്കണം. അത്യന്തമായ കാരണപരമാത്മാവായ ചൈതന്യത്തെ, അഖണ്ഡ ചൈതന്യത്തെ ചിന്തനം ചെയ്യണം മാത്രം. അതാണ് ഉപനിഷത്തിമായ ചിന്തനം. ഇത് പ്രഥമസ്ഥത്തെ ഉപനിഷത്ത് ചിന്തനം. രുചിരം രേചകം ചെയ്വ, രുചിരമായത് മനോഹരമായിട്ട് രേചകം കുംഭനം സ്തംഭനം, അത് മൂക്കിലെ കൂടെ പ്രാണായാമം ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. അത് ജ്യോതിശാസ്ത്രത്തിലും പറയുന്നുണ്ട്. എങ്ങനെയാണ് മൂച്ചുകാറ്റ് വിടുന്ന സമയത്ത് 16 അടി അങ്കുലുണ്ടോ, ഇത്ര അടി അങ്കുലം ഉണ്ടാവണം, ഇത്ര അടി ഉണ്ടാകും മധ്യമം, ഇത്ര അടി ഉണ്ടായ കുറച്ച് 16 മേലെ ഉണ്ടായ ഉത്തമം എന്നുള്ളതാണ് അവിടെ പ്രശ്നമാർഗത്തിലുണ്ട്. രുചിരം രേചകം ചെയ്വ വായോരാകർഷണം തഥാ, അത് വായു ആകർഷണം വികർഷണം, എടുത്ത് പിടിച്ച് എത്ര മിനിറ്റിൽ അത് മൂക്ക് ഉള്ളിലേക്ക് വലിക്കുന്നു അത്രയും മിനിറ്റ് അത് ഉള്ളിൽ വെച്ചിട്ട് അത്രയും മിനിറ്റിൽ അത് പുറത്തേക്ക് വിടണം. അങ്ങനെയാണ് ആമേൻ്റെ ആയുസിൻ്റെ കാരണം പോലെ നമുക്ക് കുറേ നേരമാവും കുറേ നേരം മുച്ചു പിടിക്കാൻ പറ്റും, നമുക്കത്ര പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആമത്തിൻ്റെ വ്യത്യാസം. അതേപോലെ പ്രാണായാമത്തിൻ്റെ ബലം. രുചിരം രേചകം ചെയ്വ വായോരാകർഷണം തഥാ, വായു എഴുത്ത് പിടിച്ചിട്ട് പ്രാണായാമ പ്രോക്ത, അതാ 3 വിധത്തില് രേചനം, കുംഭനം, വേറൊന്നും കൂടെ പറയാം. ത്രയപ്രോക്ത പൂരകം രേചകം കുംഭനം പ്രോക്ത. അത് ജ്യോതിശാസ്ത്രത്തിൽ പ്രശ്നമാർഗത്തിൽ പറയുന്നുണ്ട്. രേചനം കുംഭനം പൂരകം എന്നുള്ളത്. ത്രയപ്രോക്ത രേചപൂരക കുംഭകാഃ സവ്യാഹൃതിം സപ്രാണം, വ്യാഹൃതിയോടെ പ്രാണാപാനം ധ്യാന ഉദാനം. വ്യാഹൃതി എന്ന് പറയുമ്പോൾ ചൈത്രത്തിൽ പറയുന്നത് വ്യാഹൃതിയിലേക്ക്. വ്യാഹൃതിയും സപ്രണവാം ഗായത്രിയും, ഗായത്രി ചൈത്രി ഇതിൽ ചാന്തോക്യത്തിൽ പറയുന്നത് ഗായത്രി വിദ്യ. സവ്യാഹൃതിയും സപ്രണവാം, പ്രണവത്തോടുകൂടെ വ്യാഹൃതി. ഗായത്രിയും ശിരസാ സഹ, ധ്യാനത്തിനാല് രക്ഷിക്കപ്പെടുന്നത്. സൂര്യഭഗവാനിട്ട് തേജസ് ചോദിക്കുന്നത്, ചോദിക്കുക എന്നുള്ള അവസ്ഥ എന്നുള്ളത് ഒരു അത്തരാതിമാർഗം. പക്ഷെ ചോദിക്കുന്നില്ല എന്നുള്ള അവസ്ഥ എന്നുള്ളത് സജ്ജമുഖ്യമാണ്. സവ്യാഹൃതിം സപ്രണവാം ഗായത്രിയും ശിരസാ സഹ, മൂർധന്യമായിട്ടുള്ളത്, ശിരോമൂർധന്യമായിട്ടുള്ളത്, ഗായത്രി മൂർധന്യമായിട്ടെന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ടെന്ന് അർത്ഥം. ശ്രീ പഠേ ആയത പ്രാണ, ശരീരത്തിലുള്ള പ്രാണ 3 വിധത്തിൽ, വേദന കുംഭ പൂരണ രൂപത്തിൽ, വ്യാഹൃതി രൂപത്തിൽ. തിസ്രോ വ്യാഹൃതയാവും. ഭൂമി അത് ദിഗ്വാധ്യായം ശബ്ദം ബ്രഹ്മസൂത്രം എല്ലാത്തിനും സംബന്ധമുണ്ട്. കണ്ണ് പറഞ്ഞാൽ കാണുന്നുണ്ട്, ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ സംബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവനുസരണ പ്രത്യക്ഷത്തിൻ്റെ രൂപപ്രത്യക്ഷം ഉണ്ടാവും. ശ്രീ പഠേർ ആയത പ്രാണ പ്രാണായാമസ്വ ഉച്യതേ. ഇതിനാ പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമം മുക്കിൽ കാറ്റ് കയറ്റിയിട്ട് അത് നിർത്തിയിട്ട് അത് കുറച്ച് കൊടുത്താൽ പ്രാണായാമം എന്ന് പറഞ്ഞാൽ അത് ലൗകികമായിട്ടേ ആയുള്ളൂ. ആ ധ്യാനം നല്ലത് മഹാജനസ് കൃഷി അറിഞ്ഞ മുക്തമായ അവസ്ഥയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോചനാവസ്ഥയിൽ നിന്ന് നമ്മൾ അവസ്ഥ എടുത്തിട്ട് ലോകത്തിൽ ചെറിയൊരു പ്രയോജനം ഉണ്ടാക്കുന്നുണ്ട്. മഹത് പ്രയോജനത്തിന്റെ വിഷയമാണ് ആത്മാനുഭവം എന്ന് പറയുന്നതാണ്. സവ്യാഹൃതിം സപ്രണവാം, വ്യാഹൃതിപൂർവം പ്രണവമായത്. ഗായത്രീം ശിരസാ സഹ, ഗായത്രി എന്നുള്ളത് ശിരസ്. ഗായത്രി നമന്ത്ര ഗായത്രി സർവമന്ത്ര എന്ന് പറയുന്നത്. ഗായത്രി മേലെ മന്ത്രമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഉപനിഷത്തൊന്നും ആവശ്യമില്ല, വെറും ഗായത്രി പോലെ. അങ്ങനെയല്ല, ഗാനം ചെയ്യുന്നത് ഇതാണ് ഗാനം ചെയ്യേണ്ടത്, പ്രണവത്തെയാണ് ഗാനം ചെയ്യേണ്ടത്. പ്രണവ ഗായത്രി, പ്രണവത്തെ എന്ന് പറഞ്ഞാൽ ത്രിലോക ആന്തരിക കാരണം പരമാത്മാവാണ്. അതാണ്, അതിനെ ഗാനം ചെയ്യുമ്പോഴാണ് രക്ഷ കയറുന്നത്. ബുദ്ധോത്സവമാണോ തേജസ്സിനെ കാണുന്നതേ ഉള്ളൂ, ഇന്ത്യയെ ചോദിക്കുന്നതേ.
അതനുഷ്ഠാനത്തിൻ്റെ ഭാഗം. ആത്മവിഷയം ആത്മീയ ഗതികിട്ടാനായ ഒരു പ്രചോദനത്തിന് വേണ്ടിയിട്ടുള്ള നിത്യസന്ധ്യാവനത്തിൽ ചേർക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ഗായത്രി ജപം. എല്ലാ വിഷയം ഗായത്രി എന്ന് പറഞ്ഞാൽ ഗായത്രി വിദ്യ അറിയരുത്. ശാന്തവിദ്യ പറഞ്ഞു ഉണരലാണ് വലിയ വിഷയം. അതാണ് കർമ്മത്തിലൂടെ ഞാൻ ചെയ്യേണ്ടത്. കർമ്മം ചെയ്ത് തന്നെയാണ് ശുദ്ധി ചെയ്യേണ്ടത്. സവ്യാഹൃദയം സപ്രണവാൻ ഗായത്രീം ശിരസാസഹ. ഗായത്രി ശിരസ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ പരമാത്മാവെ മുഖ്യ കാരണമായിട്ട് വെച്ചിട്ട് എന്നാണ്. ത്രിപഠേ ആയത പ്രാണ 3 പ്രാവശ്യം. അതായത് കാലയിൽ സന്ധ്യാവനം, കാലസന്ധ്യ, മാധ്യ സന്ധ്യാവനം, മധ്യാഹ്നത്തിലായാലും ഗായത്രി ജപം മധ്യാഹ്നത്തിൽ ചെയ്യുന്ന സമയത്ത്, വൈകുന്നേരം ചെയ്യുന്ന സമയത്ത്, രാവിലെയും വൈകുന്നേരം മധ്യാഹ്നത്തിലും ഗായത്രി ഇല്ലാണ്ടില്ല. അതുകൊണ്ട് ജപം ഗായത്രി എന്ന് പറയുന്നത് ഛന്ദസ്സാണത്. അതായത് വിശ്വാമിത്ര ഗായത്രി സരിതാദേവത എന്ന് പറയുന്നത് എന്താണ്? ഛന്ദസ്. അത് ഇത്ര 24 അക്ഷരം ചേർന്ന ഗായത്രി എന്നുള്ള ഛന്ദസ്. അതൊരു മന്ത്രമാണ്. ആ മന്ത്രത്തിലും അറിയാനും ആത്മാവിനെയാണ്. അത് സാങ്കേതികത്തിൽ വരുന്നുണ്ട്, ഗായത്രി വിദ്യയിൽ വരുന്നുണ്ട്. അതറിയണമെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഗായത്രി ജയിച്ചാൽ പോരാ, രചന മുമ്പ് പൂരണം ചെയ്താൽ പോരാ, അതറിഞ്ഞിട്ട് തന്നെയാണ്. ത്രിപഠേരായത പ്രാണ. അതിനാണ് ശ്രവണമെന്ന വിദ്യാഭ്യാസം ചെയ്യുന്നത്. ഇതിൻ്റെ വിഷയങ്ങളെ അനാലിസിസ് ചെയ്യണം. ത്രിപഠേരായത പ്രാണ പ്രാണായാമ ഉച്ചതേ. 3 നേരം ചെയ്യുന്ന സമയത്താണ് പ്രാണായാമം എന്ന് പറയുന്നത്. അത് നിത്യസന്ധ്യാസനം ചെയ്യുന്നവർക്ക് ഒന്നും വ്യാധിയില്ല. കൃത്യാനുഷ്ഠാനങ്ങളിലുള്ളവർ അതിനനുസരിച്ചുള്ള ആയാസത്തോടെ തന്നെയാണ് ഉള്ളത്. ഉക്ഷിപ്യ വായുമാകാശം. അവൻ വായുവെ താണ്ടി ആകാശത്തിൽ ശൂന്യം കൃത്വാ നിരാത്മകം. ആത്മകമായിട്ടുള്ള സഗുണമായിട്ടുള്ള ശരീരത്തെ വിട്ട് നിരാത്മകമായിട്ടുള്ള കാരണപരമാത്മാവില് ശൂന്യഭാവേ നിയുജ്യ. ശൂന്യമായിട്ടാണ് നിൽക്കുന്നത്. പ്രണവ ധ്യാനത്തിലുണ്ടാകുന്ന സമയത്ത് ആ പരമാത്മാവിന്റെ കാരണപരമാത്മാവിൽ എത്തുന്ന അർത്ഥം. ശൂന്യഭാവേ നിയുഞ്ജിയ രേചകസ്യേതി ലക്ഷണം. അത് രേചക ലക്ഷണമായിട്ട് പറയുകയാണ്. വസ്ത്രേണോത്പല നാളേന. മുഖത്തിനാല് ഉത്പല നാളത്തിനും കൊണ്ട് മുഖത്തിലെ നരമ്പ് കോട്ട വഴി. സോയമാകർഷയേ നരഹ. ജലത്തിൽ എടുത്തിട്ട് വസ്ത്രേണം വായു കൊണ്ട് നടത്തും. വസ്ത്രം എന്ന് പറഞ്ഞാൽ സ്വയമാകർഷയേ നരഹ. ഏവം വായു ഗൃഹീതവ്യ. എവിടെ വെള്ളം എടുക്കുന്നു അതുപോലെ വായുവിനെ എടുത്തിട്ട്, ഒരു വായിൽ കുടിക്കാൻ വെള്ളം എടുക്കുന്ന പോലെ ഒരു കവളം എടുക്കുന്ന പോലെ വായുവിനെ എടുത്തിട്ട് വായു ഗൃഹീതവ്യ പൂരകസ്യേതി ലക്ഷണം. അതന്നെ പൂരകം. അത് കഴിക്കുന്ന നല്ല എടുത്തിട്ട് അവിടെ നിർത്തിയിട്ട് അത് അവിടെ നിന്ന് നല്ല വിടല നല്ലത്. നിശ്വസേനൈവ. ഉച്ഛ്വാസം ചെയ്യുന്നില്ല, നിശ്വാസം ചെയ്യുന്നില്ല. അതാണ് നോക്കി. ഗാത്രാണി ചലയേത്. ശരീരങ്ങൾ അനക്കുന്നില്ല, സമാധിവസ്ഥയിലിരിക്കുന്നത്. ഏവം ഭാവം നിയുഞ്ജീയാത്. ഇങ്ങനെ ഭാവത്തെ ചേർത്തിട്ട് കുംഭകസ്യേതി ലക്ഷണം. കുംഭകം ഇത് നമുക്കറിയാം, പിടിച്ചു വെച്ച കാട്ടാളെ മസ്തകം. അന്ധവത് പശ്യരൂപാണി. പൂർണ്ണപുര രൂപങ്ങൾ കണ്ടിട്ട് ശബ്ദം ബധിരവത് ശൃണു. ശബ്ദത്തെ കാണുന്നുണ്ട്. കാഷ്ടവത് പശ്യവൈ ദേഹം. ഒരു മരക്കട്ട പ്രദേശത്തെ കണ്ടിട്ട് ദേഹം പ്രശാന്തസ്യേതി ലക്ഷണം. ഇത് ശാന്തലക്ഷണം എന്ന് പറയുന്ന